അമൃതം ഏവർക്കും സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഖ്യം ദദാതി സുഗതാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീതപദകമലം ശ്രീഗുരും വൈഷ്ണവാം ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം ശ്രീ രാധാകൃഷ്ണപാദാം സഹഗണ ലളിതാ ശ്രീ വിശാഖാനിതാംശ്ച. हे कृष्ण करुणा सिंधो दीनबंधु जगतपदे गोपेश गोपिकांत राधाकांत नमोस्तुते. सप्तकांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यश्च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. सौर्दुन्यश्चारुधीरे स्फुरितमतिबृहत् पूर्णपृष्ठावगात्रं रम्या रामावृतं सन्मणिकनक महासत्मसङ्गे परितं नित्यं प्रत्यालयोद्यत् प्रणयभरलसत् कृष्णसङ्कीर्तनाट्यं श्रीवृन्दारविभिन्नं जगत् अनुपमं श्रीनवद्वीपमीडे श्रीमन्मौक्तिकधामबद्धजगुरं सुस्मेरचन्द्राननं श्रीकण्ठागुरुचारुचित्रवसनं श्रद्धिभूषाञ्चितं नित्यावेशरसानुमोदमधुरं कन्दर्पवेशोज्जलं चैतन्यं कनकद्युतिं निजजने संसेव्यमानं भजे. नमो ब्रह्मण्यदेवाय गो ब्राह्मणहिताय च जगद्पिताय कृष्णाय गोविन्द नमो नमः. जय जय श्री चैतन्य प्रभु नित्यानंद श्री अद्वैत गौरचंद्र गौरभक्त वृंदाम. जय जय श्री चैतन्य जय नित्यानंद गौरभक्त वृंदा. नमो महावदन्याय कृष्ण प्रेम प्रदायिने कृष्णाय कृष्ण चैतन्याय नामने ഗോപിശ്രീ നമഃ. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ആദിലീല, ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 14 ശ്ലോകം 17. ഏതകരീബേ വൈഷ്ണവ ധർമ്മേര പ്രചാര ഇഹ ഹൈതേ ഹബേ ദുയി കുലേരാ നിസ്താര. ഏത ഈ കുട്ടി കരിവേ ചെയ്യും വൈഷ്ണവ സമ്പ്രദായം അഥവാ ഭക്തിത സേവനത്തിന്റെ ധർമ്മേര ധർമ്മത്തിന്റെ പ്രചാരണം ഇഹ ഹൈതേ ഇതിൽ നിന്ന് ഹബേ ഉണ്ടാകും ദുയി രണ്ട് കുലേര വംശങ്ങൾ നിസ്താര മോചനം. ഈ ശിശു വൈഷ്ണവധർമ്മം പ്രചരിപ്പിക്കുകയും മാതാപിതാക്കളുടെ കുടുംബങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യും. ഭാവാർത്ഥം: നാരായണനോ അവിടുത്തെ യഥാർത്ഥ പ്രതിനിധിക്കോ മാത്രമേ വൈഷ്ണവധർമ്മം അഥവാ ഭക്തി പ്രചരിപ്പിക്കാൻ കഴിയൂ. ഒരു വൈഷ്ണവൻ ജനിക്കുമ്പോൾ അവൻ തന്റെ മാതാവിന്റെയും പിതാവിന്റെയും കുടുംബങ്ങളെ മോചിപ്പിക്കുന്നു. ശ്ലോകം 18. മഹോത്സവകാരേ സഭ ബോലാഹ ബ്രാഹ്മണ ആജിദിന ബാലകരീബ നമകരണ. മഹോത്സവം കര ആചരിച്ചു, സഭ എല്ലാം, ബോലഹ വിളിക്കുക, ബ്രാഹ്മണർ, ആജി ഇന്ന്, ദിന ദിവസം, ഫല മംഗളകരമായ, കരിവ ചെയ്യാം, നാമകരണ ചടങ്ങ് വിവർത്തനം. നാമകരണ ചടങ്ങ് നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് എല്ലാ ബ്രാഹ്മണരെയും ക്ഷണിച്ച് ഒരു മഹോത്സവം ആഘോഷിക്കാം. എന്തുകൊണ്ടെന്നാൽ ഇന്ന് ശുഭകരമായ ഒരു ദിവസമാണ്. ഭാവാർത്ഥം: നാരായണനോടും ബ്രാഹ്മണരോടും അനുബന്ധിച്ച് ഉത്സവം ആചരിക്കുന്നത് വൈദിക ചടങ്ങാണ്. ദശവിധ സംസ്കാരം എന്നറിയപ്പെടുന്ന പരിശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായി കുട്ടിക്ക് ഒരു നാമം നൽകുന്നു. നാമകരണ ചടങ്ങ് നടക്കുന്ന ദിവസം നാരായണനെ പൂജിക്കുകയും ബ്രാഹ്മണർക്ക് പ്രസാദവിതരണം നടത്തുകയും ചെയ്യുന്ന വഴി ഉത്സവം ആചരിക്കണം. കുട്ടിയുടെ പാദപത്മങ്ങളിലെ അടയാളങ്ങളിൽ നിന്ന് നിമായി ഒരു സാധാരണ ശിശുവല്ലെന്നും മറിച്ച് നാരായണന്റെ ഒരു അവതാരമാണെന്നും മനസ്സിലാക്കിയ നീലാംബര ചക്രവർത്തിയും ശചി മാതാവും ജഗന്നാഥ മിശ്രയും ശുഭദിനമായിരുന്ന അന്നു തന്നെ നാമകരണ ചടങ്ങിനായി ഉത്സവം കൊണ്ടാടാൻ തീരുമാനിച്ചു. ശാരീരിക ലക്ഷണങ്ങൾ, പ്രവർത്തനങ്ങൾ, ശാസ്ത്രവചനം എന്നിവയിൽ നിന്ന് ഒരു അവതാരത്തെ എങ്ങനെയാണ് തിട്ടപ്പെടുത്തേണ്ടതെന്നും നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു വ്യക്തിയെ ഈശ്വരന്റെ അവതാരമായി അംഗീകരിക്കേണ്ടത് വസ്തുതാപരമായ തെളിവുകളിലൂടെയാകണം. തന്നിഷ്ടത്താലോ അല്ലെങ്കിൽ മൂഢന്മാരുടെയും തെമ്മാടികളുടെയും വോട്ടുകൾ കൊണ്ടോ ആകരുത്. ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരകാലം മുതൽ തന്നെ ബംഗാളിൽ ധാരാളം കപട അവതാരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ശ്രീ ചൈതന്യ മഹാപ്രഭു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു അവതാരമായി അംഗീകരിക്കപ്പെട്ടത്
ജനസമ്മതിയുടെ അടിസ്ഥാനത്തിലല്ലായിരുന്നില്ലെങ്കിലും ശാസ്ത്രങ്ങളിൽ നിന്നും സത്യസന്ധരായ യഥാർത്ഥ പണ്ഡിതന്മാരിൽ നിന്നും ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നുവെന്നും മനസ്സിലാക്കാൻ നിഷ്പക്ഷനും ഏതൊരു വ്യക്തിക്കും സാധിക്കും. ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ഭഗവാന്റെ ഒരു അവതാരമായി അംഗീകരിച്ചത് വെറും സാധാരണ മനുഷ്യരായിരുന്നില്ല. ആരംഭത്തിൽ അവിടുത്തെ വ്യക്തിത്വം നീലാംബര ചക്രത്തെ പോലുള്ള പണ്ഡിതന്മാരാൽ തീർച്ചപ്പെടുത്തിയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഷഡ്ഗോസ്വാമിമാരാൽ, പ്രത്യേകിച്ചും ജീവഗോസ്വാമിയാലും രൂപഗോസ്വാമിയാലും മറ്റനേകം പണ്ഡിതന്മാരാലും അടിസ്ഥാനമായി സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഈശ്വരന്റെ ഒരു അവതാരം ജീവിതത്തിന്റെ പ്രാരംഭം മുതൽ അവതാരം തന്നെയാണ്. ഒരുവന് ധ്യാനത്തിലൂടെയൊന്നും ദൈവത്തിന്റെ ഒരു അവതാരമാകാൻ കഴിയുകയില്ല. അത്തരം കപട അവതാരങ്ങൾ വിഡ്ഢികൾക്കും തെമ്മാടികൾക്കുമുള്ളതാണ്, വിവേകശാലികളായ ജനങ്ങൾക്കുള്ളതല്ല. ശ്ലോകം 19. സർവലോകേരകാരിഭേ ഇഹാൻ ധാരണ പോഷണ വിശ്വംഭരെ നാമ ഇഹര ഏത കാരണം. സർവലോകേര എല്ലാ ജനങ്ങളുടെയും കരിബേ ചെയ്യും ഇഹാൻ ഈ കുട്ടി, ധാരണ സംരക്ഷണം, പോഷണ പരിപാലനം, വിശ്വംഭരൻ നാമ പേര്, ഇഹാര അദ്ദേഹത്തിന്റെ, ഇത് തീർച്ചയായും, കാരണം വിവർത്തനം. ഭാവിയിൽ ഈ കുട്ടി സർവ്വലോകങ്ങളുടെയും സംരക്ഷിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യും. ഇക്കാരണത്താൽ ഇവന് വിശ്വംഭരൻ നാമം നൽകാം. ഭവാത്. പണ്ട് നാരായണൻ വരാഹരൂപം കൊണ്ട് ഭൂമിയെ സംരക്ഷിച്ചതുപോലെ ചൈതന്യ മഹാപ്രഭു തന്റെ ജന്മം കൊണ്ട് മാത്രം സമഗ്ര ലോകത്തെയും ശാന്തപൂർണമാക്കിയെന്ന് ചൈതന്യ ഭാഗവതം സ്ഥിരീകരിക്കുന്നു. ഈ കലിയുഗത്തിൽ ലോകത്തെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിനാൽ ചൈതന്യ മഹാപ്രഭു വിശ്വംഭരൻ എന്ന് അറിയപ്പെടുന്നു. 500 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ചൈതന്യ മഹാപ്രഭു സന്നിഹിതനായിരുന്നപ്പോൾ ആരംഭം കുറിച്ച പ്രസ്ഥാനം ഇപ്പോൾ ലോകം മുഴുവൻ വീണ്ടും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അതിന്റെ പ്രായോഗിക ഫലങ്ങൾ കാണുന്നുമുണ്ട്. ഈ ഹരേകൃഷ്ണ പ്രസ്ഥാനത്താൽ ജനങ്ങൾ സംരക്ഷിക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയും ചെയ്യുന്നു. പാശ്ചാത്യ യുവജനങ്ങൾ അടങ്ങുന്ന ആയിരക്കണക്കിന് അനുയായികൾ ഈ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ പങ്കാളികളാകുന്നു. അവർ എത്രത്തോളം സുരക്ഷയും സന്തോഷവും അനുഭവിക്കുന്നുണ്ടെന്ന് അവരയക്കുന്ന ആയിരക്കണക്കിന് കത്തുകളിലെ കൃതജ്ഞതാ പ്രകടനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. വിശ്വംഭരൻ എന്ന നാമം അഥർവവേദ സംഹിതയിലും പരാമർശിച്ചിട്ടുണ്ട്. വിശ്വംഭര വിശ്വേരമാ ഭരസാഭാഗി സ്വാഹ. വിശ്വംഭരൻ എന്നത് സമഗ്ര ലോകത്തെയും പോഷിപ്പിക്കുന്നവൻ എന്നർത്ഥമാക്കുന്നു. ശുനി ശചി മിശ്ര മനെ ആനന്ദ ബാഡില ബ്രാഹ്മണ ബ്രാഹ്മണി ആനി മഹോത്സവ കൈല. ശുനി ഇത് കേട്ട് ശചി മാതാവിന്റെ, മിശ്രേര ജഗന്നാഥ മിശ്രയുടെ മനസ്സുകളിൽ ആനന്ദ സന്തോഷം, ബാഡില വർദ്ധിച്ചു, ബ്രാഹ്മണർ ബ്രാഹ്മണി അവരുടെ പത്നിമാരും, ആനി അവരെ ക്ഷണിക്കുക, മഹോത്സവം കൈല ആചരിച്ചു. വിവർത്തനം. നീലാംബര ചക്രവർത്തിയുടെ പ്രവചനം ശ്രവിച്ച ശചിമാതാവും ജഗന്നാഥ മിശ്രയും എല്ലാ ബ്രാഹ്മണരെയും ഭാര്യസമേതം ക്ഷണിച്ചു വരുത്തി സന്തോഷപൂർവ്വം നാമകരണ മഹോത്സവം ആചരിച്ചു. ഭാവാർത്ഥം. ജന്മദിനങ്ങൾ, വിവാഹങ്ങൾ, നാമകരണങ്ങൾ, വിദ്യാരംഭം തുടങ്ങിയ എല്ലാ ഉത്സവങ്ങൾക്കും ബ്രാഹ്മണരെ പ്രത്യേകം ക്ഷണിച്ച് ആചരിക്കുന്നത് വൈദിക സമ്പ്രദായമാണ്. എല്ലാ ഉത്സവങ്ങളിലും ആദ്യം ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകുകയും സമുദ്രത്തിലായി കഴിയുമ്പോൾ വേദമന്ത്രങ്ങളോ ഹരേകൃഷ്ണ മഹാമന്ത്രോ കീർത്തനം ചെയ്ത് അവർ ആ ഉത്സവത്തെ ആശീർവദിക്കുകയും ചെയ്യും. ശ്ലോകം 21. അത് പിന്നീട് വായിക്കും. ആദ്യം നമുക്ക് നോക്കാം. ഇതിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ മുത്തശ്ശൻ നീലാംബര ചക്രവർത്തി അക്ബർ വലിയൊരു പണ്ഡിതൻ, ജ്യോതിഷത്തിലും ശാസ്ത്രങ്ങളിലും വേദങ്ങളിലും ഒക്കെ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ മാതാവായ ശചിദേവിയുടെ പിതാവായിട്ടുള്ള നീലാംബര ചക്രവർത്തി ഠാക്കൂർ. അന്ന് നദിയ എന്ന് പറയുന്നത് ഈ 500-550 വർഷങ്ങൾക്ക് മുമ്പൊക്കെ വേദശാസ്ത്ര പഠനത്തിന്റെ കേന്ദ്രമായിരുന്നു. കാശ്മീർ, വാരണാസി, കാശ്മീർ, അതിനൊപ്പം തന്നെ നിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു നവദ്വീപ്. ഒരുപാട് പണ്ഡിതന്മാര് ഉപരിപഠനത്തിനായിട്ട് ഭാരതത്തിന്റെ ഉള്ളിൽ പുറത്തുനിന്നും പല സ്ഥലങ്ങളിൽ നിന്നും അവിടെ ഉപരിപഠനത്തിന് വന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ നവദ്വീപ്. മഹാപണ്ഡിതന്മാരുടെ ഒരു കേന്ദ്രമായിരുന്നു, ഒരു വിജ്ഞാന കേന്ദ്രമായിരുന്നു നവദ്വീപ് ഒരു കാലത്ത്. അങ്ങനെയാണ് മഹാപ്രഭുവിന്റെ പിതാവായിട്ടുള്ള ജഗന്നാഥ മിശ്ര അവിടെ വന്ന് താമസിക്കുന്നത്. ഇവിടെ പറയുന്നു,
ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമുക്ക് അങ്ങനെ ഈശ്വരനായിട്ട് കാണാൻ പറ്റില്ല, ഈശ്വരനാണെന്ന് പറയാൻ പറ്റില്ല. അതിന് ഒരുപാട് ശാസ്ത്രങ്ങളുടെ സമ്മതം വേണം, ആചാര്യന്മാരുടെ എന്താ പറയാ സമ്മതവും അവരുടെ അംഗീകാരവും വേണം. എങ്കിൽ മാത്രമേ ഒരു വ്യക്തിയെ നമുക്ക് അവതാരമായിട്ട് പറയാൻ പറ്റൂ. വെറുതെ ഒരാൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കാണാൻ പറ്റും അല്ലേ? മീഡിയകളിലും പത്രങ്ങളിലും വാർത്തകളിലൊക്കെ പ്രൊമോഷനൊക്കെ ഒരുപാടുണ്ട്. പലരും ഈശ്വരനാണെന്ന് പറഞ്ഞ് ദൈവമാണെന്ന് പറഞ്ഞിട്ട് സ്വയം ഭഗവാനായിട്ടും ഒക്കെ പലരും, ഞാൻ അതിന്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, പല രൂപങ്ങളിലും ഭാവങ്ങളിലും പലരും അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെയുള്ള വന്നു കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയാം അവതാര പുരുഷനാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതിന് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്, സാമുദ്രിക ലക്ഷണങ്ങളും അതുപോലെ തന്നെ മറ്റു ശാസ്ത്രങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അത് നോക്കിയിട്ട് വേണം നമ്മൾ ഒരു വ്യക്തി അവതാരമാണോ അല്ലെങ്കിൽ അവതാരമല്ലേ എന്ന് നമുക്ക് തീരുമാനിക്കണം. ഒരാളൊന്ന് രാവിലെ പറഞ്ഞു വെച്ചിട്ട് നമുക്ക് ഉടനെ ആ ആളിനെ അവതാരമായിട്ടൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെ ശ്രീ ചൈതന്യ അവതരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുത്തശ്ശൻ ഇത് മനസ്സിലാക്കിയിട്ട് മറ്റ് പണ്ഡിതന്മാരോടൊക്കെ കൺസൾട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം തീരുമാനിക്കുന്നത്. അന്ന് നവദ്വീപിലുണ്ടായിരുന്ന പണ്ഡിതന്മാരൊക്കെ അംഗീകരിച്ചൊരു കാര്യമായിരുന്നു. ഈ സാമുദ്ര ലക്ഷണം എന്ന് പറഞ്ഞാല് മഹാപുരുഷന്മാര്, അവതാര പുരുഷന്മാരുടെ ശരീരത്തിനൊക്കെ പ്രത്യേകതകളുണ്ടാവും. അവരുടെ എന്താ പറയാ കൈപ്പത്തികളിലും കാൽപാദത്തിലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള അടയാളങ്ങൾ ഉണ്ടാവും. നമ്മുടെയൊക്കെ കയ്യിൽ നോക്കിക്കഴിഞ്ഞാല് കുറെ വെട്ടും കുത്തും വരകളും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? എന്താ പറയാ ചങ്ങല പോലെ അല്ലെങ്കിൽ ഒരു വല പോലെ അല്ലെ? സംസാര സാഗര വലയിൽ പെട്ട പോലത്തെ അവസ്ഥയിലാണ് നമ്മുടെ. അതുകൊണ്ടാണ് പറയുന്നത്. ഈ കൈ കാണുന്ന എന്താണ്? ഹരേ കൃഷ്ണ, ആർക്കെങ്കിലും അറിയാമോ? കയ്യിൽ എന്തുകൊണ്ടാണ് കയ്യിൽ വരകൾ വരുന്ന അറിയാമോ? ആർക്കെങ്കിലും പറയാമോ? എന്തുകൊണ്ടാണ് ഈ കൈ കാണുന്ന വരകൾ എന്താണ്? ഹരേ കൃഷ്ണ, പറയാമോ? ഹരേ കൃഷ്ണ. നമ്മുടെ പ്രാരബ്ധങ്ങള്. അതെങ്ങനെ കയ്യിൽ വരുന്നു? കയ്യിലും കാലിലും എങ്ങനെ വരുന്നതൊക്കെ? നമ്മൾ തലവര എന്നല്ലേ പറയാറ് എപ്പോഴും അല്ലേ? ഈ തലവര എങ്ങനെ കയ്യിൽ വന്നു? ഉത്തരവില്ല ഇതിന്. അല്ല, സാധാരണ നമ്മൾ തലവരയാണ് നമ്മൾ അനുഭവിക്കുന്നത് എപ്പോഴും. നമ്മൾ എന്റെ തലവിധി അല്ലെ തലവര. ഇതെങ്ങനെ കയ്യിൽ വന്നു? തലവര എങ്ങനെ കൈവരയായി, കൈരേഖയായി? അല്ലേ, പറയാമോ? ശരി, ഞാൻ ക്ലൂ തരാം. നമ്മളൊക്കെ ഈ കുഞ്ഞുങ്ങളായിട്ട് അല്ലെങ്കിൽ അമ്മയുടെ വയറ്റിൽ ഗർഭപാത്രത്തിൽ കിടക്കുന്ന എങ്ങനെയാണ് നമ്മൾ ആർക്കെങ്കിലും ഓർമ്മ കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ പിക്ചർ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഹോസ്പിറ്റലിലാണ്. ഒരു കശുവണ്ടിയുടെ ഷേപ്പിലാണ് കിടക്കുന്നത് അല്ലേ? അപ്പൊ ഈ കുട്ടിയുടെ കൈയും കാലും ഒക്കെ എവിടെയായിരിക്കും? തലയിലായിരിക്കും. കണ്ടിട്ടുണ്ടോ? അതിന്റെ പിക്ചർ കണ്ടിട്ടുണ്ടോ? ഈ സ്കാനിങ് ചെയ്യുന്ന അവിടെയും ഒക്കെ ഇങ്ങനെ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും, അവിടെ ഇങ്ങനെ ഇതിലേക്കുള്ള പിക്ചേഴ്സ് ഉണ്ടാവും. അങ്ങനത്തെ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടാവും, ഈ ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ വയറ്റിൽ കിടക്കുന്നത് തലകീഴായിട്ട് ഈ കൈയും കാലും തലയിൽ വെച്ചാൽ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ തലവര കയ്യിലോട്ടും കാലിലോട്ടൊക്കെ കോപ്പി ആവും. അത് കൂടുതലായിട്ട് ആവുന്നത് കയ്യിലോട്ടാണ്. അതുകൊണ്ടാണ് ഈ തലവര കയ്യിലോട്ട് കോപ്പി ആവുന്നത്. അതുകൊണ്ടാണ് ഇത് നോക്കിയിട്ട് കൈനോട്ടക്കാര് നിങ്ങളുടെ ഭൂതം, ഭാവി, വർത്തമാനം ഒക്കെ പറയുന്നത്. മനസ്സിലായ? അങ്ങനെയാണ് തലവര കൈവരയായിട്ട് മാറുന്നത്. അപ്പോ പക്ഷെ മഹാപുരുഷന്മാർക്ക് ഇതൊക്കെ നമ്മുടെ പ്രാരാബ്ധ കർമ്മങ്ങളുടെ അടയാളമാണ് ഈ കാണുന്നത്. കയ്യിലെ വരയും വെട്ടും കുത്തും ഒക്കെ അല്ലെ? നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 1008 അല്ലെങ്കിൽ 10008 വെട്ടും കുത്തും വരകളും ഒക്കെ കാണും. പക്ഷെ അവതാര പുരുഷന്മാരുടെ ഹസ്തങ്ങളില്, ശ്രീകരങ്ങളിൽ, അവരുടെ കൈകളിലും പാദങ്ങളിലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള അടയാളങ്ങളും അവരുടെ ശരീരങ്ങൾക്ക് ഒരു പ്രത്യേകതകളൊക്കെ ഉണ്ടാവും. മഹാപുരുഷന്റെ ശരീരത്തിന് അങ്ങനെ 32 സാമുദ്രിക ലക്ഷണങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. ഗൃഹേ ദ്വിജന ദേഖി രഘുപാദ ചിഹ്ന താഹേ ശോഭേ ധ്വജ വജ്ര ശംഖചക്രമീന, ഇങ്ങനത്തെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, പഞ്ചദീർഘ പഞ്ചസൂക്ഷ്മ സപ്തരക്ത ഷഡ് ഉന്നത ത്രിഗ്രസ്വാ ഋതുഗംഭീരോ ദ്വാത്രിംശാലക്ഷണോ മഹാൻ. അങ്ങനെ ഒരു മഹാപുരുഷന് ഇങ്ങനെ 32 തരം അടയാളങ്ങൾ ശരീരത്തിലുണ്ടാവും. അടയാളങ്ങൾ എന്ന് വെച്ചാൽ എന്താ പറയാ അവയവങ്ങളുടെ പ്രത്യേകതകൾ, ശരീരത്തിന്റെ അവയവങ്ങൾ 32 പ്രത്യേകതകൾ മഹാപുരുഷന്മാർക്ക് ഉണ്ടാവുന്ന പറയുന്നത്. ഇതാണ് പഞ്ചദീർഘ പഞ്ചസൂക്ഷ്മ സപ്തരക്ത ഷഡുന്നത ത്രിഗ്രസ്വ പൃഥുഗംഭീരോ ദ്വാത്രിംശാൽ ലക്ഷണോ മഹാൻ. 5 ഇന്ദ്രിയങ്ങൾ, 5 അവയവങ്ങൾ നീണ്ടതായിരിക്കും, 5 വളരെ ചെറുതായിരിക്കും, 7 രക്തവർണം ചുവപ്പ് നിറത്തിലുള്ളതായിരിക്കും. അതിൽ ഷഡ്
6 കുറച്ച് ഉയർന്നതായിരിക്കും. ത്രിഗ്രസ്വ. അങ്ങനെ ത്രിഗ്രസ്വ. 3 വലിപ്പം കുറഞ്ഞതായിരിക്കും. ഋതു, തൊടയൊക്കെ ഗംഭീരമായിരിക്കും. അങ്ങനെ 32 ദ്വാത്രിംശാൽ ലക്ഷണോമാൻ. അങ്ങനെ 32 തരം ശരീര സാമുദ്രിക ലക്ഷണപ്രകാരം ഒരു മഹാവ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു അവതാര പുരുഷന് ഇത്രയും അടയാളങ്ങൾ ഉണ്ടാവും. എന്തൊക്കെയാണ്? ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ശരീരഭാഗങ്ങൾ 5 ഭാഗങ്ങൾ ഉയർന്നാണ്. അതാണ് ദീർഘമായിട്ടുള്ളത്. ഭഗവാന്റെ മൂക്ക്, കൈകള്, താടി, കണ്ണുകള്, മുട്ടുകള്. ആചാരലംബിത ഭുജോ എന്ന് മഹാപ്രഭുവിനെ പറയുന്നത്. ശ്രീ ചൈതന്യ മഹാപ്രഭു ഏതൊക്കെയാണ്? 5 ഭാഗങ്ങൾ നീണ്ടതാണ്, ദീർഘമായിട്ടുള്ളതാണ്. മൂക്കുകൾ നീണ്ട സുദീർഘമായിട്ടുള്ള മൂക്ക്, കൈകള്, താടി, താടി എന്ന് വെച്ചാൽ കീഴ്ത്താടി, അതുപോലെ കണ്ണുകള് അല്ലെ, വിരിഞ്ഞ താമരകളിന്റെ പോലെയാണ് ഭഗവാന്റെ കണ്ണുകൾ എന്നാണ് നമുക്ക് വിഗ്രഹങ്ങൾ കണ്ട് അറിയാൻ പറ്റും അല്ലെ. ചേനോപ്പറിന്റെ വിഗ്രഹം ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. നിത്തായി ഗൗരസുന്ദരന്റെ വിഗ്രഹം നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. താമരതൾ പോലെ കണ്ണ്, ചെവി വരെ നീളുന്ന കണ്ണ്, താമരതൾ പോലെ. മുട്ടുകളും അതുപോലെ തന്നെ അത്രയും നീളമുള്ള. ഭഗവാന്റെ കൈകളോ മുട്ടും കഴിഞ്ഞു വരും. ഭഗവാന്റെ പാദങ്ങളല്ല സോറി, ഭഗവാന്റെ കരങ്ങള് കാൽമുട്ടും കഴിഞ്ഞു വരും. അത്രയും ആചാരലംബിത ഭുജമെന്നാണ്. അത്രയും നീളമുള്ള കരങ്ങളാണ്. പിന്നെ 5 ഭാഗങ്ങള് മൃദുവായിരിക്കും അല്ലെങ്കിൽ സൂക്ഷ്മമായിരിക്കും. അതൊക്കെയാണ് ഭഗവാന്റെ ത്വക്ക്, വിരലിന്റെ അറ്റം, പല്ലുകള്, ശരീരത്തിലെ മുടി, തലമുടി. ഇത് വളരെ സോഫ്റ്റ് ആയിരിക്കും, അതീവ മൃദുവായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. 7 ചുവപ്പായിരിക്കും, രക്തവർണ്ണം അല്ലെങ്കിൽ ചുവപ്പ് നിറമായിരിക്കും. എന്തൊക്കെയാണ്? കണ്ണുകള്, കാൽപാദം, കൈവെള്ള, അണ്ണാക്ക്, നഖങ്ങള്, ചുണ്ടുകള്. ഇതൊക്കെ എന്താ പറയാ, രക്തപിംഗളം, രക്തത്തിന്റെ കളറായിരിക്കും. ചുവന്ന അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ പറയുമല്ലോ ഭഗവാന്റെ പാദം, താമരപ്പൂ പാദം എന്നൊക്കെ പറയില്ലേ, താമരയുടെ ആ ഒരു എന്താ പറയാ, ഒരു ഇളം ചുവപ്പ് കലർന്ന നിറം ആയിരിക്കും. 6 അവയവങ്ങള് ഉയർന്നിട്ടാണ്. നെഞ്ച്, തോള്, നഖം, മൂക്ക്, അര, വായ. ഇത് കുറച്ച് ഉയർന്നിട്ടായിരിക്കും. 3 ചെറുതായിരിക്കും. കഴുത്ത്, തുട, ഭഗവാന്റെ മുഖ്യഭാഗം, രഹസ്യഭാഗം, ഇതൊക്കെ വലിപ്പം കുറവായിരിക്കും. 3 വിശാലം, അരക്കെട്ട്, നെറ്റി, നെഞ്ച്. 3 ഗംഭീരം, നാഭി, ശബ്ദം, സാമീപ്യം. ഇത് അതിഗംഭീരമായിരിക്കും ഭഗവാന്റെ. ഇതാണ് ഈ 32 തരം മഹാപുരുഷന്മാർ. ഭഗവാന്റെ നല്ല മഹാപുരുഷന്മാരുടെ എല്ലാം, അവതാര പുരുഷന്മാരുടെ എല്ലാം പൊതുവെ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നതാണ് ഈ സാമുദ്രിക ലക്ഷണം പറയുന്നത്. മഹാപ്രഭുവിന് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടായി അന്ന് ജീവിച്ചിരുന്ന പണ്ഡിതന്മാരെല്ലാവരും ജനിച്ച സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ മുത്തശ്ശൻ ഉൾപ്പെടുന്ന മഹാപണ്ഡിതന്മാർ അന്ന് തന്നെ അത് നിർണയം ചെയ്ത കാര്യമാണിത്. പിന്നെ അദ്ദേഹത്തിന്റെ കൈ കാൽപാദങ്ങളിലൊക്കെ എന്താണുള്ളത്? ധ്വജ, വജ്ര, ശംഖ, ചക്രം, മീന. അപ്പോ ശ്രീ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് ശ്രീ ചൈതന്യ നാഹി രാധാകൃഷ്ണ അന്യൻ. ശ്രീ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് രാധാകൃഷ്ണനിൽ നിന്നും അന്യനല്ല. ശ്രീ ചൈതന്യ മഹാപ്രഭു ആരാണ്? ശ്രീ ചൈതന്യ മഹാപ്രഭു ശരിക്കും കൃഷ്ണൻ തന്നെയാണ്. പക്ഷെ രാധാകൃഷ്ണ സമന്വയ ഭാവത്തില് രാധയും കൃഷ്ണനും കൂടെ ചേർന്നുള്ള ഒരു രൂപത്തിലാണ് ഭഗവാൻ അവതരിച്ചത്. നമ്മൾ എപ്പോഴും മഹാപുരം പറ്റി പറയുമ്പോൾ പറയുന്ന കാര്യമാണ്. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും? ഹരേ കൃഷ്ണ. ഒരു സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഓക്കെ. അപ്പോ ഇതില് കൃഷ്ണന്റെയും അതുപോലെ തന്നെ രാധാറാണിയുടെയും പാദങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാദത്തിലെ മുദ്രകൾ എന്തൊക്കെയാണ് ഇവിടെ? ഇത് സാമുദ്രിക ലക്ഷണ പ്രകാരമുള്ള ശാസ്ത്രങ്ങളിൽ പറയുന്നതാണിത്. നമ്മൾ സ്വന്തം ഒരു സ്പെക്കുലേഷനോ ഊഹാപോഹങ്ങളോ അല്ലേ. ഇപ്പൊ നമുക്ക് നോക്കാം, കൃഷ്ണന്റെ പാദം നോക്കാം നമുക്ക് ആദ്യം. ഭഗവാന്റെ വലത് പാദത്തിൽ എന്തൊക്കെയാണുള്ളത്? ഒന്നാമത് ഈ ബാർലി, നമ്മൾ യവം എന്ന് പറയും സംസ്കൃതത്തിൽ. ബാർലിയുടെ ഒരു സിമ്പിൾ കാണുന്നുണ്ടോ? വലത് പാദത്തില് ഒരു പിങ്ക് കളർ കാണുന്നുണ്ടോ? ചക്രം കാണുന്നുണ്ടോ? പിന്നെ പത്മം കാണുന്നുണ്ട്, താമര കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണന്റെ വലത് പാദത്തില് ഒരു വജ്രായുധത്തിന്റെ അടയാളം കാണുന്നുണ്ട്.
ഒരു പതാക, വിജയ പതാക കാണുന്നുണ്ട്, ഛത്രം കാണുന്നുണ്ട്, ഒരു പ്രത്യേക രേഖ കാണുന്നുണ്ട്, അവിടെ 4 സ്വസ്തികങ്ങൾ കാണുന്നുണ്ട്, ജമുൻ ഫ്രൂട്ട്സ് അല്ലെ, ജമുൻ ഫലം, ജംബു ഫലം അവിടെ കാണുന്നുണ്ട് 4 പിന്നെ ഒരു അഷ്ടകോണം കാണുന്നുണ്ട് അല്ലെ. ഇത്രയാണ് ഭഗവാന്റെ വലത് ഭാഗത്തിൽ കാണുന്നത്. ഭഗവാന്റെ ഇടത് ഭാഗത്തിലാണെങ്കിലോ ആകാശം, ആ 2 വട്ടം കാണുന്നത് ഭഗവാന്റെ എന്താ പറയാ, ഒരു ആകാശത്തെ പ്രതിനിധാനം ചെയ്യുന്ന 2 വരകളാണ്, ആകാശം. പിന്നെ കാണുന്നത് ഒരു ശംഖ് കാണുന്നുണ്ടല്ലോ, ആ പെരുവലിന്റെ താഴെ ശംഖ്, പിന്നെ ഒരു ഞാണ് കെട്ടാത്തൊരു വില്ല്, ഈ പശുവിന്റെ കുളമ്പാണ് പിങ്കായിട്ട് പശുവിന്റെ കുളമ്പിന്റെ ചിഹ്നം, 4 കലശങ്ങള്, ഒരു ത്രികോണം, ഒരു അർദ്ധചന്ദ്രൻ, മത്സ്യം. ഇത്രയാണ് കൃഷ്ണന്റെ പാദത്തിൽ കാണുന്നത്. ഇനിയിപ്പോ നമുക്ക് രാധാറാണിയുടെ പാദം നോക്കാം. രാധാറാണിയുടെ പാദത്തില് വലത് ഭാഗത്തിൽ കാണുന്നത് ശംഖ് കാണുന്നുണ്ട്, ഒരു പർവ്വത ശിഖരത്തിന്റെ അടയാളം കാണുന്നുണ്ട്, ഒരു യജ്ഞകുണ്ഡം കാണുന്നുണ്ട്, ഒരു കുണ്ടലം കാണുന്നുണ്ട്, അതായത് കർണാഭരണം, ഒരു ഗദ കാണുന്നുണ്ട്, രഥം കാണുന്നുണ്ട്, ശക്തി ഒരു വേല് പോലത്തെ അത് കാണുന്നുണ്ട്, മത്സ്യം കാണുന്നു. ഇനി രാധാറാണിയുടെ ഇടത് പാദത്തിൽ ഒരു യവം, ബാർലി കാണുന്നുണ്ട്, ചക്രം കാണുന്നുണ്ട്, താമര കാണുന്നുണ്ട്, അങ്കുശം അതായത് തോട്ടി, ആനത്തോട്ടി, ആനയെ ഇങ്ങനെ നിലയ്ക്ക് നിർത്താനായിട്ട് അടക്കാനൊക്കെ ഉപയോഗിക്കുന്ന പാപ്പാമാർ ഉപയോഗിക്കുന്ന തോട്ടി ഉണ്ടല്ലോ, അതാണ് ആ ഒരു സിമ്പൽ. ആ ചെറുവിരലിന്റെ താഴെയായിട്ട് കാണുന്നത് അങ്കുശം, അതായത് ദേവിയുടെ ഇടത് പാദത്തിന്റെ. പിന്നെ ചക്രം കാണുന്നുണ്ട്, അതായത് കുട അല്ലെ, ഒരു ഊർധ്വരേഖ കാണുന്നുണ്ട്, ആ കുടയുടെയും താമരയുടെയും ഇടയിൽ കൂടി ഒരു ഊർധ്വരേഖ പോകുന്നുണ്ട്, ഒരു കങ്കണം, ഒരു ബ്രേസ്ലെറ്റ് പോലെ, വള അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിടുന്ന ഒരു ആഭരണം, കയ്യിലിടുന്ന ആഭരണം, വള പോലിട്ട് കാണുന്നുണ്ട്, ഒരു പുഷ്പം കാണുന്നുണ്ട്, ഒരു വള്ളിച്ചെടി കാണുന്നുണ്ട്, ഒരു അർദ്ധചന്ദ്രൻ കാണുന്നുണ്ട്. ഇതാണ് രാധയുടെയും കൃഷ്ണന്റെയും പാദങ്ങൾ. ഹരേ കൃഷ്ണ, അങ്ങനെ പുറത്തുപോയി. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഹരേ എനിക്ക് ഷെയർ കൃഷ്ണ. ചെയ്യാൻ പറ്റുന്നില്ല. അത് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സൗണ്ട് ഇല്ലാതെ പോയതാണ്. ആ ഐശ്വര്യ മാതാജി, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. സൗണ്ട് ഇല്ലാതെ പോയായിരുന്നു. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി ഉണ്ടോ അവിടെ? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ശരി, അപ്പൊ നിങ്ങൾ എല്ലാരും കണ്ടായിരുന്നല്ലോ രാധയുടെയും കൃഷ്ണന്റെയും പാദങ്ങള്, എല്ലാരും കണ്ടായിരുന്നോ? കണ്ടു. പറഞ്ഞതൊക്കെ കേട്ടല്ലോ, അത് എല്ലാം കേട്ടല്ലോ, പറഞ്ഞല്ലോ അല്ലേ? ഐശ്വര്യ മാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പോ ഈ രണ്ട്, ഇനിയിപ്പോ നമ്മൾ ചൈതന്യ ഒരു ഹരേ കൃഷ്ണ, കേൾക്കാമോ? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. കേൾക്കാം പ്രഭുജി. കോള് വരുന്നിട്ട് ഡിസ്റ്റർബൻസ് ആവുന്ന. ഓക്കെ, അപ്പോ ഇതില് രാധാകൃഷ്ണന്മാരുടെ സമന്വയഭാവമാണ് മഹാപ്രഭു എന്നുള്ളവർക്ക് അറിയാലോ. എല്ലാവർക്കും സംശയം ഉണ്ടോ അക്കാര്യത്തില്? ഭഗവാൻ ശ്രീകൃഷ്ണൻ, പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ കലിയുഗത്തില് നാമപ്രചരണാർത്ഥം വന്നപ്പോ രാധയുടെ ഭാവത്തോടു കൂടി, രാധയുടെ വർണ്ണത്തോടു കൂടി കൃഷ്ണൻ അവതരിച്ചു. അപ്പൊ രാധാകൃഷ്ണനും
ഒരേ ശരീരത്തിൽ രാധയും കൃഷ്ണനും വന്ന ഒരു അവസ്ഥയാണ് ചൈതന്യ മഹാപ്രഭു. ആർക്കെങ്കിലും സംശയമുണ്ടോ ഇതില്? ഇപ്പോഴും സംശയമുള്ള ആരെങ്കിലും ഉണ്ട് ഈ കാണുന്ന വന്നിരിക്കുന്ന ഭക്തന്മാരില്? ഹരേ കൃഷ്ണ. എല്ലാവർക്കും പറയാം കേട്ടോ, അൺമ്യൂട്ട് ചെയ്തിട്ട്. കൃഷ്ണ. ആരും ഇല്ലേ? സംശയമില്ല പ്രഭുജി. മഹാപ്രഭു എന്ന് പറയുന്നത് സാക്ഷാൽ രാധാകൃഷ്ണൻ തന്നെയാണ്. വ്യത്യസ്തരല്ല അവര്. വ്യത്യസ്തരല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. രാധയും കൃഷ്ണനെ സമന്വയിച്ച് വന്നിട്ടുള്ള ഒരു ഭാവമാണ്, രൂപമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അപ്പോ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പാദം എങ്ങനെയായിരിക്കും? പാദത്തിലെ ചിഹ്നങ്ങൾ എങ്ങനെയായിരിക്കും? ഹരേ കൃഷ്ണ. രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള സമന്വയ ഭാവത്തിലായിരിക്കും അല്ലെ? അത് ഞാനിപ്പോ കാണിച്ചു തരാം. ഇപ്പൊ കാണുന്നുണ്ടോ? ഒരു ഫോട്ടോ കാണുന്നുണ്ടോ നിങ്ങൾ? കാണാൻ പറ്റും, കാണുന്നുണ്ട് പ്രഭു. ഇപ്പം ഇതിലിപ്പോ ചൈതന്യ മഹാപ്രഭുവിന്റെ വലതു പാദം നമുക്ക് നോക്കാം, അനലൈസ് ചെയ്യാം. അതില് ഒരു താമര അല്ലെ, ലോട്ടസ് ഉണ്ട്, ഒരു ദണ്ടുണ്ട്, ഒരു ഊർധ്വ രേഖ അവിടെയും കാണുന്നുണ്ട്, ഒരു യവത്തിന്റെ സിമ്പൽ അവിടെ ഉണ്ട്. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം പറഞ്ഞിട്ട്. ഛത്രം കാണുന്നുണ്ട്, ഒരു മേരു, ഒരു മൗണ്ടൻ, ഒരു പർവ്വതത്തിന്റെ ശിഖരം കാണുന്നുണ്ട്, തോട്ടിയുടെ ചിഹ്നം കാണുന്നു അവിടെ ഉണ്ട്, ഇടിമിന്നൽ അതായത് വജ്രരേഖ കാണുന്നുണ്ട്, രഥം കാണുന്നുണ്ട്, ഒരു കുന്തം, ശക്തി എന്ന് പറയുന്നത് കുന്തത്തിന്റെ എഴുതുന്നുണ്ട്, കുന്തം പോലത്തെ ശക്തി എന്ന് പറഞ്ഞ ഒരു വേലിന്റെ സിമ്പൽ, ഒരു യജ്ഞകുണ്ഡം കാണാം, ഗദ കാണാം, കർണാഭരണം കാണാം, കുണ്ടലം കാണാം, സ്വസ്തിക കാണാം, അതുപോലെ തന്നെ ബ്ലാക്ക്ബെറി ഫ്രൂട്ട്സ്, അതായത് നമ്മളിപ്പം നേരത്തെ പറഞ്ഞു ജാമുന ഫ്രൂട്ട്, അത് കാണാം. പിന്നെ ഒരു അഷ്ടകോണം കാണാം. ഭഗവാന്റെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഇടത് പാദത്തിലാണെങ്കിലോ ശംഖ്, നേരത്തെ നമ്മൾ പറഞ്ഞ ആകാശം, രാധാവിന്റെ ഇടത് ഭാഗത്തിൽ കണ്ട ആകാശം, ഒരു വള അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ഇവിടെ നിന്ന്, പിന്നെ കലശങ്ങള്, ഞാണ് കെട്ടാത്ത വില്ല്, ചക്രം, സുദർശനം ചക്രം, ഒരു പശുവിന്റെ കുളമ്പിന്റെ അടയാളം, ഒരു ത്രികോണം, അർദ്ധചന്ദ്രൻ, വീണ്ടും കലശങ്ങള്, ജയപതാക, പുഷ്പം, ഒരു ലത, പിന്നെ ഒരു മാല, ആമ, പിന്നെ ഒരു മീന്. ഇത്രയാണ് ആ കാണുന്ന അടയാളം. ഇത്രയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ പാദത്തിൽ. ഇതൊന്നും വെറുതെ ഇമാജിനേഷൻ അല്ല, അതൊക്കെ അന്ന് ജീവിച്ചിരുന്ന പണ്ഡിതന്മാരെല്ലാവരും അംഗീകരിച്ച ഒരു ഇതാണ്. ഇവിടെ മഹാപ്രഭുവിന്റെ പാദം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കാണുന്നുണ്ടോ? ഈ പറഞ്ഞ അടയാളങ്ങളൊക്കെ കാണുന്നുണ്ട് അല്ലേ? കാണാമോ? കാണാം പ്രഭു. ഇതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പാദം. നമ്മൾ ഈ പറഞ്ഞ ഇതില് ഒരു എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഞാൻ കുറെ കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്നറിയില്ല, പക്ഷെ രാധയുടെ കൃഷ്ണന്റെ പാദത്തിൽ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള സിമ്പിൾസ് ഞാൻ പറഞ്ഞിരുന്നു. ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? ഹരേ കൃഷ്ണ. ശ്രദ്ധിച്ചായിരുന്നോ? രാധയുടെയും കൃഷ്ണന്റെയും പാദങ്ങളിൽ പൊതുവായിട്ട് 6 ചിഹ്നങ്ങൾ കോമൺ ആയിട്ടുണ്ട്, പൊതുവായിട്ടുണ്ട് ഉണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചോളാം. അപ്പോ രണ്ട് സമന്വയിച്ച് വന്നപ്പോഴത്തേക്കും ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പാദത്തില് 32 അടയാളങ്ങളുണ്ട്. നിങ്ങൾക്ക് കാണാം. എന്തൊക്കെ കാണുന്നുണ്ട്? ആർക്കെങ്കിലും ഒന്ന് പറയാം, അൺമ്യൂട്ട് ചെയ്തിട്ട് ഒരാൾ പറയൂ. കൊടി, കലശം, ദണ്ട് കാണുന്നുണ്ട് അല്ലെ? ദണ്ട്, ഛത്രം, ആകാശത്തിന്റെ യവത്തിന്റെ ഒരു സിമ്പിൾ മുകളിൽ കാണുന്നുണ്ട്, ഒരു ബാർലി സിമ്പിൾ കാണുന്നുണ്ട് ഭഗവാന്റെ. അതായത് ഈ കാണുന്ന വലത് പാദത്തിന്റെ തള്ളവിരലിന്റെ താഴെ ഒരു യവത്തിന്റെ സിമ്പിൾ കാണുന്നുണ്ട്, നമ്മൾ മാർലി സിമ്പിൾ പോലെ കാണുന്നുണ്ടോ? മാർലി പോലെ. പിന്നെ താമര, അങ്കുശം, തോട്ടി, വജ്രം, ഒരു പർവ്വതത്തിന്റെ സിമ്പിൾ, ഒരു ഊർധ്വരേഖ കാണുന്നുണ്ട്, രഥം കാണുന്നുണ്ട്, കുണ്ടലം കാണുന്നുണ്ട്,
ആ മയിൽ പോലെ കാണുന്നതാണ് കുണ്ടല ഉദ്ദേശിക്കുന്നത്. ഒരു യജ്ഞകുണ്ടം കാണുന്നുണ്ട്, ജമുൻ ഫ്രൂട്ട്സ് കാണുന്നുണ്ട്, അഷ്ടകോണ കാണുന്നുണ്ട്, 4 സ്വസ്തികൾ കാണുന്നുണ്ട്. ഇപ്പുറത്താണെങ്കിലോ ശംഖ്, ആകാശ സിമ്പൽ, 2 വട്ടം വളയം കാണുന്ന ആകാശത്തെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ ഒരു വള, സൂക്ഷ്മചക്രം, കലശം, അല്ലാതെ അപ്പുറത്തൊരു കലശം പോലത്തെ കാണുന്നുണ്ട്, ആമ കാണുന്നുണ്ട്, ഒരു വള്ളിച്ചെടി പോലെ കാണും, തുളസി പോലെ കാണുന്ന വള്ളിച്ചെടി ഉദ്ദേശിക്കുന്നവർ. പിന്നെ പുഷ്പം കാണുന്നുണ്ട്, അർദ്ധചന്ദ്രൻ, ജയപതാക, കൂർമ്മം, മത്സ്യം, ഇത്രയും കാണുന്നുണ്ട്. ഇതൊക്കെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പാദങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ വെറുതെ ഇദ്ദേഹത്തിന് അവര് എന്താ പറയാ ഭഗവാനായിട്ട് പറഞ്ഞല്ല, അന്ന് ജീവിച്ചിരുന്ന മഹാപണ്ഡിതന്മാർ, ഈ സാമൂതിരലക്ഷണങ്ങളും ജ്യോതിഷശാസ്ത്രവും അല്ലെങ്കിൽ വേദശാസ്ത്രവും ഒക്കെ ശാസ്ത്രം പഠിച്ച മഹാവ്യക്തിത്വങ്ങൾ ഇവരെ ഇത് കണ്ട് എന്താ പറയാ അംഗീകരിച്ച് ഭഗവാനെ ശ്രീ ചൈതന്യ മഹാപ്രഭു ഭഗവാൻ എന്ന് പറയുന്നത്. അല്ലാതെ അത് മാത്രമല്ല, ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ഭഗവാനെന്ന് എല്ലാ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും 10ഓളം ഗ്രന്ഥങ്ങളിലെ റെഫറൻസ് ഉണ്ട്. അത് വേറൊരു അവസരത്തിൽ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. നമുക്ക് ഇങ്ങനെയാണ് ഇത്രയാണ് ഈ കണ്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത് ഇത്രയാണ് പറയേണ്ടത്. അപ്പം ഭഗവാൻ വെറുതെ ഒരു എന്താ പറയാ ഭഗവാൻ വെറുതെ ഈശ്വരനായിട്ട് അല്ലെങ്കിൽ കൃഷ്ണനായിട്ട് പറയുന്നതല്ല. എളുപ്പം നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശ്രീമദ് ഭാഗവതത്തിലെ ഒരു റെഫറൻസ് വേണമെങ്കിൽ പറയാം. ഏതാർക്കെങ്കിലും പറയാൻ അറിയാമോ? മഹാപ്രഭുവിനെ പറ്റി ഭാഗവതത്തിൽ പറയുന്ന ശ്ലോകം ആർക്കെങ്കിലും അറിയാമോ? ആർക്കെങ്കിലും ട്രൈ ചെയ്യാമോ? അത് പ്രഭു കൃഷ്ണം സംഗോവാംഗാഷ്ടവാഷതം സങ്കീർത്തനപ്രായേ യജന്തിഹി സുമേധസ. അർത്ഥം എന്താണ്? കലിയുഗത്തിലെ ഭഗവാൻ വേറെ ആയുധങ്ങളൊന്നുമില്ല അല്ലെ? സംഘോപാങ്കാഷ്ട പാർഷദന്മാരുമായിട്ട് കലിയുഗത്തില് വെളിയില് എന്താ പറയാ കൃഷ്ണവർണം, കൃഷ്ണം എന്നുള്ള അക്ഷരങ്ങൾ അല്ലെ കൃഷ്ണ എന്നുള്ള വാക്ക് ഉച്ചരിച്ചുകൊണ്ട് കൃഷ്ണവർണം ദിശ അകൃഷ്ണം. അദ്ദേഹത്തിന് ദിശ എന്ന് വെച്ചാൽ വർണ്ണം, അത് ശാരീരിക ബോഡി കോംപ്ലക്ഷൻ, ശരീരത്തിന്റെ നിറം എന്തായിരുന്നു? അകൃഷ്ണം എന്ന് വെച്ചാൽ കറുപ്പല്ല, കൃഷ്ണന്റെ അല്ല. പിന്നെ ആരുടെയാണ്? രാധയുടെ നിറമാണ്. ശ്രീമതി രാധാറാണിയുടെ നിറത്തില് കൃഷ്ണ എന്നുള്ള വർണ്ണങ്ങൾ, അക്ഷരങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പാർഷദന്മാരുമായിട്ട് അദ്ദേഹം സഞ്ചരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള മഹാപ്രഭുവിനെ സംഘോപാങ്കാശ ഭാഷണം. അപ്പൊ ആ കലിയുഗത്തില് സുമേധസ്സുകള്, ബുദ്ധിമാന്മാരായുള്ള ആൾക്കാർ അങ്ങനെയുള്ള മഹാപ്രഭുവിനെ ആരാധിക്കും. എങ്ങനെ ആരാധിക്കും? ഹരിനാമ സങ്കീർത്തനത്തിലൂടെ അദ്ദേഹത്തിനെ ആരാധിക്കുമെന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നത്. ഇനി ആർക്കെങ്കിലും പറയാമോ? വിഷ്ണു സഹസ്രനാമത്തിലും റെഫറൻസ് ഉണ്ട്. ആർക്കെങ്കിലും പറയാമോ? സന്യാസകൃത് ശമശാന്തോ നിഷ്ഠാശാന്തി പരായണ, കേട്ടിട്ടുണ്ടോ? സന്യാസകൃത് ശമശാന്തോ നിഷ്ഠാശാന്തി പരായണ, ശാന്തി പരായണനായിട്ട് ശാന്തനായിട്ട് പരമശാന്തനായിട്ട് ഭഗവാൻ നാമം ധരിച്ച്. പിന്നെ മറ്റേ സുവർണവർണ്ണോ ഹേമാങ്കോ അതെ, വരാംഗചന്ദ്രനഗരി. അത് വേറെ 2 റെഫറൻസ് അവിടെ തന്നെ ഉണ്ട്. സുവർണവർണ്ണത്തില് അല്ലെ ഭഗവാൻ ചുറ്റുപഴുത്ത സ്വർണത്തിന്റെ ഒരു നിറത്തില് സ്വർണ്ണ ഹേമാങ്കനായിട്ട് വരാംഗചന്ദ്രനഗരി, ശരീരം മുഴുവൻ ചന്ദനം പൂശിക്കൊണ്ട്. അതാണ് ശ്രീകണ്ഠാകരു ചാരുചിത്രവസനം, ദേഹം മുഴുവൻ ചന്ദനം ചാർത്തിക്കൊണ്ട് ഉള്ള ആ ഒരു അവസ്ഥ. അതിലും ഭഗവാൻ റെഫറൻസ്. ഇനി പൂർവ്വം പുരാണം, വരാഹപുരാണം, അങ്ങനെ പല നരസിംഹപുരാണം, അങ്ങനെ പല പുരാണങ്ങളിലും അതിന്റെ റെഫറൻസ് വേറെ വരുന്നുണ്ട്. അപ്പോൾ മഹാപ്രഭു ഭഗവാൻ തന്നെയാണ്. അല്ല വഴി പോകുന്ന ഒരാളെ പിടിച്ച് നമുക്ക് ഭഗവാൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ സാമുദ്ര ലക്ഷണങ്ങളും ശാസ്ത്രത്തിലുള്ള റെഫറൻസുകളും ശ്ലോകങ്ങളൊക്കെ വേണം, എങ്കിലും ഒരാളെ നമുക്ക് ഈശ്വരനായിട്ട് അംഗീകരിക്കാൻ പറ്റും. അല്ലാതെ വഴി പോകുന്നവരെ നമുക്ക് ഭഗവാനായിട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പാടില്ല എന്നാണ് പറയാം. അപ്പൊ ഇത്രയാണ് മഹാപ്രഭുവിന്റെ ഇത്. അപ്പൊ അതിന്റെ മുത്തശ്ശൻ പറയുന്നുണ്ട് അല്ലെ, ഗ്രഹേദുയി ജനാദേക്ക് ലഘുപാത ചിഹ്ന താഹേ ശോഭേ ധ്വജവജ്ര ശംഖചക്രമീന, അങ്ങനത്തെ അടയാളങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയണം. നാരായണേന ചിഹ്നയുക്ത ശ്രീഹസ്ത ചരണ ഏ ശിശു സർവലോകേ കരിവി താരണ, സർവലോകേരെ കരിവി ഇഹൻ ധാരണ പോഷണ വിശ്വംഭരനാമ ഹര ഏതക്കാരണ. അപ്പം സാക്ഷാൽ നാരായണന്റെ എല്ലാ ചിഹ്നങ്ങളും ആയിട്ട് അവതരിച്ച കുട്ടി ശരിക്കും നാരായണൻ തന്നെയാണ്. ശ്രീഹസ്തചരണം, അദ്ദേഹത്തിന്റെ തൃക്കരങ്ങളിലും തിരുവടികളിലും ഒക്കെ കാണുന്നത് നാരായണ ചിഹ്നങ്ങളാണ്. ഈ ശിശു അതുകൊണ്ട് ഈ ലോകത്തെ തന്നെ എന്താ പറയാ ഉദ്ധരിക്കാനായിട്ട് കഴിവുള്ള കുട്ടിയാണ്. വെറും കുട്ടിയല്ല, സാക്ഷാൽ പരമപുരുഷനാണെന്ന് അദ്ദേഹം അവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്.
നമുക്കറിയാം ഈ മഹാപ്രഭു ഇന്നും അല്ലെ എത്ര ആളുകളെയാണ് പതിതാത്മാക്കളെയാണ് ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അദ്ദേഹം ഇപ്പൊ നമ്മുടെ മുമ്പിൽ കൂടെ ഇപ്പം ഇല്ലെങ്കിൽ പോലും, ഇല്ലെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഭഗവാൻ ആ ലീലകളാടി തിരിച്ച് ശ്രീധാമത്തിൽ പോയെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസന്റ് വിഗ്രഹ രൂപത്തിലും ഒക്കെ അല്ലാതെ ഇവിടെ ഉണ്ട് എങ്കിലും ആ ഭഗവാൻ ഇപ്പോഴും കോടാനുകോടി ജനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആത്മാക്കളെ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിവിടെ ഇതിൽ പ്രഭുപാദ് പറയുന്നുണ്ട്. ഓരോ ദിവസവും പ്രഭുപാദ് കിട്ടുന്ന കത്തുകളിൽ കൂടെയും ഇന്നും നമുക്കറിയാം അല്ലെ, യൂട്യൂബിലും വീഡിയോയിലും ഒക്കെ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ മഹാപ്രഭു തുടങ്ങി വെച്ച ആ ഒരു സങ്കീർത്തന പ്രസ്ഥാനത്തിന്റെ അലയൊലികൾ ഇന്നും മുഴങ്ങിക്കൊണ്ട് എന്താ പറയാ ദിക്കുകളിലെല്ലാം അത് എല്ലാ ദിക്കുകളിലും അത് പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 21. താപേ കഥദിനെ പ്രഭുര ജാനു ചംക്രമണേ നാനാ ചമത്കാര തഥാ കരൈല ദർശനം. താപേ കഥദിനെ പ്രഭുര ജാനു ചംക്രമണ നാനാ ചമത്കാര തഥാ കരൈല ദർശനം. താപേ പിന്നീട്, കഥ കുറെ, ദിനെ ദിവസങ്ങൾ, പ്രഭുര ഭഗവാന്റെ, ജാനു കാൽമുട്ടുകൾ, ചംക്രമണ ഇഴയുക, നാനാ പലതരത്തിലുള്ള, ചമത്കാര അത്ഭുതകരമായ, കഥാ കരായില ഉണ്ടായി, ദർശന കാഴ്ച, വിവർത്തനം. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മഹാപ്രഭു കാൽമുട്ടുകളിൽ ഇഴഞ്ഞു തുടങ്ങുകയും പല അത്ഭുത പ്രവർത്തികളും പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഭവാർഷ പ്രഭുപാദിച്ചു. ഒരു ദിവസം മഹാപ്രഭു കാൽമുട്ടിൽ എഴിയുമ്പോൾ അവിടുത്തെ അരമണി അതിമധുരമായി കിലുങ്ങുകയുണ്ടായി. അപ്പോൾ ഒരു സർപ്പം മഹാപ്രഭുവിന്റെ മുറ്റത്തേക്ക് എഴിഞ്ഞു വരികയും മഹാപ്രഭു ശിശു സഹജമായ കൗതുകത്തോടെ അതിനെ പിടികൂടുകയും ചെയ്തതായി ഭാഗവതത്തിൽ വിവരിച്ചിട്ടുണ്ട്. സർപ്പം തക്ഷണം ഭഗവാനെ ചുറ്റിവരിഞ്ഞു. ശിശുവായ ഭഗവാൻ അപ്പോൾ സർപ്പത്തിന്മേൽ ശയിക്കുകയും സർപ്പം കുറെ കഴിഞ്ഞപ്പോൾ ഭഗവാനെ വിട്ടുപോവുകയും ചെയ്തത്രേ. അങ്ങനെ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു കൃഷ്ണനായിട്ടിരുന്നപ്പോൾ പല ലീലകളും അദ്ദേഹം ഇവിടെ കാണിച്ചു നാം കാണുന്നുണ്ടോ? ഹരേ കൃഷ്ണ. പല ലീലകളും അദ്ദേഹം കാണിച്ചു. കാരണം കൃഷ്ണനായിരുന്നപ്പോൾ അദ്ദേഹം കാണിച്ച എല്ലാ ലീലകളും ഈ കലിയുഗത്തിൽ ഇപ്പൊ കാണിക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം പലതും കാണിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. അങ്ങനെ പെട്ടെന്നൊന്നും അദ്ദേഹത്തിന് ഇത് അങ്ങനെ എന്താ പറയാ ഒന്നും ചെയ്യാൻ അങ്ങനെ വിട്ടൊഴിയാൻ പറ്റില്ല. ആ പഴയ ലീലകളൊന്നും പഴയത് അദ്ദേഹം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇതൊക്കെ. അപ്പോ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട് മഹാപ്രഭു ഒരു സർപ്പത്തിന്, അദ്ദേഹം അങ്ങനെ കുഞ്ഞ് നടക്കാനും ഇഴയാനൊക്കെ തുടങ്ങി, വീട്ടിന് പുറത്തോട്ടൊക്കെ പോകാൻ തുടങ്ങി, കുറച്ചൊന്ന് പ്രായം നടക്കാനൊക്കെ ഇഴഞ്ഞു പോകാനൊക്കെ ഉള്ള വ്യവസ്ഥയായി. അപ്പൊ അങ്ങനെ ശ്രീ മഹാപ്രഭു പുറത്തു പോയിട്ട് എന്ത് ചെയ്തു, അവിടെ ഇരുന്നപ്പോൾ ഒരു പാമ്പ് ഇഴഞ്ഞു വരികയും ആ പാമ്പിനെ പിടിച്ചു വെച്ച് കളിക്കുക, പാമ്പ് ചുറ്റി വരികയൊക്കെ ചെയ്തു. എന്നിട്ട് ഇത് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ഇത് കാണുമ്പോ? ഹരേ കൃഷ്ണ. അൺമ്യൂട്ട് ചെയ്ത് പറയാം. ആർക്കെങ്കിലും ഇത് കാണുമ്പോ വേറെ എന്തെങ്കിലും ലീലയായിട്ട് കണക്ട് ചെയ്യാൻ തോന്നുന്നുണ്ടോ? കാളിയമർദ്ദനം. അതെ, കാളിയമർദ്ദനം. അപ്പൊ ഭഗവാൻ പല സ്ഥലങ്ങളിലും ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും സ്വയം ഭഗവാൻ കൃഷ്ണനാണെന്ന് കാണിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പൊ അങ്ങനെ. അപ്പൊ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ക്രന്ദനേരെ ചലേ ബല ഇല ഹരിനാമ നാരി സഭ ഹരി ബലേ ഹാസേ ഗൗരധാമ. അങ്ങനെ ക്രന്ദനേര കരച്ചിലുണ്ടേ ചലേ നാട്യത്തിൽ, ബലായില പറയാൻ കാരണമാക്കി, ഹരിനാമം നാരി സ്ത്രീകൾ സഭ എല്ലാം, ഹരിബാലെ ഹരിനാമം ഉച്ചരിച്ച് ഹാസ്യ ചിരിക്കുക, ഗൗരധാമ ശിശുവായ ശ്രീ ചൈതന്യൻ. മഹാപ്രഭു കരയുന്നതായി നടിച്ച് എല്ലാ സ്ത്രീകളെയും ഹരിനാമം ഉച്ചരിപ്പിക്കുക. അവർ ഹരിനാമം ചൊല്ലുമ്പോൾ അവിടുന്ന് പുഞ്ചിരിക്കും. അങ്ങനെ മഹാപ്രഭു ഈ തൊട്ടിൽ കിടക്കുന്ന സമയത്ത് മഹാപ്രഭു എന്തെന്ന് വെച്ചാല് ഈ കുട്ടികളെ കാണാൻ ആൾക്കാർ വരുമല്ലോ, വരുന്ന സമയത്ത് അദ്ദേഹം അങ്ങനെ വെറുതെ കരഞ്ഞിട്ട്, അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്തിട്ട് കരച്ചു നിർത്തുന്നില്ല. കരച്ചു നിർത്താത്തപ്പോഴത്തേക്കും ആൾക്കാർ എന്ത് ചെയ്യും, ഒരു ഉപായം നോക്കിയവർ ഹരിബോൽ എന്ന് പറയും. അങ്ങനെ ഹരിബോൽ. അപ്പൊ കുട്ടി കാണാനായിട്ട്, ആ നാമകരണത്തിൽ കുട്ടിയെ കാണാനായിട്ട് ഒരുപാട് പേര് പല ഗിഫ്റ്റൊക്കെ ആയിട്ട് ഒരുപാട് സമ്മാനങ്ങളായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ കുഞ്ഞിനെ കാണാനായിട്ട്, അങ്ങനെ ഈ കുട്ടിയെ കാണാനായിട്ട് എല്ലാവരും പല ഇതായിട്ട് വരും.
അപ്പൊ ഈ സ്ത്രീകൾ വരുമ്പോഴത്തേക്കും മഹാപ്രഭു എന്ത് ചെയ്യുന്ന വെച്ചാൽ കുഞ്ഞ് തൊട്ടിക്കിടന്ന് കുട്ടി എന്ത് ചെയ്യും? കിടന്ന് കരയും. എന്തിനാണ്? ഇവരെ കൊണ്ട് എന്ത് ചെയ്യും? നാമം ജപിപ്പിക്കാനായിട്ട്. അപ്പൊ എല്ലാവരും ഹരിബോൾ ഹരിബോൾ എന്ന് ഒരാൾ പറയുമ്പോൾ കരച്ചിൽ നടത്തും. അപ്പൊ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അത് നിർത്തുമ്പോൾ വീണ്ടും കരയും. അങ്ങനെ ഇവരെ കൊണ്ട് ഭഗവാൻ എന്താ പറയാ, എല്ലാവരെ കൊണ്ട് അപ്പം അദ്ദേഹത്തിന്റെ മിഷൻ അവിടെ തന്നെ ആരംഭിക്കുകയാണ്. തൊട്ടിൽ കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ച് വലുതായി ഇങ്ങനെ വെളിയിൽ പോകണമെന്നും വേണ്ട, അല്ലേ? യുവമായോ അല്ലെങ്കിൽ ആ പ്രായപൂർത്തിയാവണമെന്നും തന്നെ ഭഗവാൻ ജനിച്ച് കുറച്ചു ദിവസം അപ്പൊ തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? സ്വന്തം മിഷൻ ആരംഭിച്ചു. ഹരിനാമ സങ്കീർത്തനം അല്ലെ, ഹരിനാമം ചൊല്ലിപ്പിക്കുക അല്ലെങ്കിൽ ജപിപ്പിക്കുക എന്നുള്ള ആ ഒരു അവതാര ഉദ്ദേശം ഭഗവാൻ തൊട്ടിൽ കിടന്നുണ്ട്. ഭഗവാൻ പ്രഭുപത് പറയുന്നുണ്ട്, അവതാര പുരുഷൻ അല്ലെങ്കിൽ ഭഗവാൻ ജനിക്കുമ്പോൾ തന്നെ ഭഗവാൻ, അവതരിക്കുമ്പോൾ തന്നെ ഭഗവാനാണ്, അല്ലെ? അവതാര പുരുഷൻ അപ്പോഴേ അവര് സ്പെഷ്യൽ ആൾക്കാരാണ് അവർ. അല്ലാതെ അവരെന്തെങ്കിലും തപശ്ചര്യ കൊണ്ടോ അല്ലെങ്കിൽ യോഗ എന്താ പറയാ ഹഠയോഗം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ തലകുത്തിന് നിന്നിട്ടോ ഒന്നും അല്ല അവര് ആ ശക്തി ആർജിച്ചെടുക്കുന്നത്. അവർ ജന്മനാഥൻ അല്ലെ, അവതരിക്കുമ്പോൾ തന്നെ അവർക്ക് സർവ്വശക്തിയോടും കൂടെ വരുന്നത്. പ്രത്യേകിച്ചും ഭഗവാന്റെ കാര്യത്തില് ഭഗവാൻ ആ എല്ലാ കഴിവുകളോടും തന്നെ ഭഗവാൻ എന്തിനു വരുന്നു അത് ഭഗവാൻ തൊട്ടിൽ നമുക്കറിയാം. തൊട്ടിൽ കിടന്നുകൊണ്ട് ഭഗവാൻ എന്തൊക്കെ കാണിച്ചു കൃഷ്ണൻ ചെയ്തു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? ആ പ്രായത്തിൽ തന്നെ. അല്ലാതെ വളരെ നല്ല റോഡിലോട്ട് ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഭഗവാനും ഇവിടെ ഈ മഹാപ്രഭുവായിട്ട് വന്നപ്പോഴും ഭഗവാൻ അതിൽ തൊട്ടിൽ കിടന്നുകൊണ്ട് തന്നെ സ്വന്തം മിഷൻ ആരംഭിച്ചു. അവിടുത്തെ നാമസങ്കീർത്തന പ്രസ്ഥാനം ആരംഭിച്ചു. അടുത്തത് 23. താപേ കഥാധീനെ കൈല പദചംക്രമണ ശിശുഗണെ മിലി കൈല വിവിധ ലേഖന. താപേ അനന്തരം പദദിനെ ഏതാനും ദിവസം കഴിഞ്ഞ് കൈല ചെയ്തു പദ കാലുകൾ ചംക്രമണ ചലനം ശിശു ഗണേ എല്ലാ ശിശുക്കളും മിലി ഒന്നിച്ചു കൂടുക കൈല ചെയ്തു വിവിധ തരം ലേഖന കളികൾ, ലേഖനല്ല ഖേലന വിവർത്തനം. കുറെ നാൾ കഴിഞ്ഞപ്പോൾ മഹാപ്രഭു കാലുകൾ ചലിപ്പിക്കാനും നടക്കാൻ തുടങ്ങി. മറ്റു കുട്ടികളോടൊപ്പം അവിടുന്ന് വിവിധ കളികളിൽ ഏർപ്പെടുകയും ചെയ്തു. ഏകദിന ശശി ഖായി സന്ദേശ അനിയ പാട ഭരി ദിയ ബൈല ഖാവോ തവശിയ. ഏകദിന ഒരു ദിവസം ശശിമാതാവ് ഖൈ മലർ സന്ദേശ ഒരു മധുരപലഹാരം ആനിയ കൊണ്ടുവരിക ബാട അന്നപാത്രത്തിൽ ഭരി നിറയ്ക്കുക ദിയ നൽകുക ബൈല പറഞ്ഞു ഖാവോ ഭക്ഷിക്കുക താ ഇപ്പോൾ ബസിയ ഇരിക്കുക. വിവർത്തനം. ഒരു ദിവസം മഹാപ്രഭു മറ്റു കുട്ടികളോടൊത്ത് കളികളിൽ മുഴുകി നടക്കുമ്പോൾ ശശിമാധവ് ഒരു പാത്രത്തിന്റെ മലരും മധുരപലഹാരങ്ങളും ആയി വരികയും അവ ഭക്ഷിക്കാൻ അവിടത്തേക്ക് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതില് മലർ സന്ദേശ എന്ന് പറയുന്നത് ഇസ്കോൺ വീഡിയോസിന് പൊതുവെ അറിയുന്ന സാധനമാണ്. വളരെ സ്പെഷ്യൽ ഒരു സ്വീറ്റാണ്. മലർ എന്ന് വെച്ചാൽ നമ്മൾ പൊരി എന്ന് പറയില്ലേ നാട്ടിൽ തിരുവനന്തപുരത്ത്, അതാണ് മലർ. അപ്പൊ പൊരിയും സന്ദേശം ഇവിടെ നമ്മുടെ ഇവിടെ ജഗന്നാഥ മന്ദിറിൽ, ബാംഗ്ലൂർ ശേഷാദ്രിപുരം ജഗന്നാഥ മന്ദിറിൽ 8 മണിക്ക് ഭഗവാന് പാല് നിവേദിക്കും. അതിനോടൊപ്പം നമ്മൾ 2:30-ക്ക് 4 മണിക്ക് ഭഗവാന് ഇവിടെ നമ്മൾ ചോറ്, ദാല്, 2 സബ്ജി കൊടുക്കും ഭഗവാൻ. അപ്പൊ ആ സമയത്തുള്ള കുക്ക് ചെയ്യുന്ന പൂജാരി സന്ദേശം ഉണ്ടാക്കി വെക്കണമെന്നാണ്. കാരണം ഭഗവാൻ 8 മണിക്ക് നിവേദിക്കാനായിട്ട്. സന്ദേശം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കാറുണ്ട്. സന്ദേശം വളരെ പ്രത്യേകതയുള്ള ഒരു സ്വീറ്റാണ്. നമ്മൾ പനീർ ഉണ്ടാക്കാം. അപ്പൊ ഫ്രഷ് ആയിട്ട് പനീർ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ പനീർ ഉണ്ടാക്കിയിട്ട് പുറത്ത് മേടിക്കുന്നതല്ല, പനീർ നമ്മൾ ഉണ്ടാക്കും. ആ പനീർ കുറച്ച് കട്ടിയാകുമ്പോൾ അതിനെടുത്ത് ഉടച്ച് അതിൽ പഞ്ചസാര പൊടിയും അതുപോലെ അതിനകത്ത് ഏലക്കപ്പൊടിയും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഉണ്ട ഉരുട്ടി ചെറിയ ഉണ്ടയാക്കി അതിനെ ഡിസ്ക് ഷേപ്പിൽ ഇങ്ങനെ പരത്തി അതിന്റെ മുകളിൽ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും വെച്ചിങ്ങനെ വെക്കും. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കും. രാത്രി 8 മണിയാകുമ്പോൾ ഭഗവാന് നിവേദിക്കും. സന്ദേശം വളരെ എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പമാണ്. അത് വളരെ ഉണ്ടാക്കാൻ എളുപ്പമായിട്ടുള്ള ഒരു സ്വീറ്റാണ് സന്ദേശം. അങ്ങനെ പറഞ്ഞു ഇത് സന്ദർഭത്തിൽ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ഭഗവാൻ ഇങ്ങനെയുള്ള സ്പെഷ്യൽ എന്താ പറയാ ഈ മലരും ഈ സന്ദേശമൊക്കെ ആയിട്ട് അമ്മ കുട്ടികളോട് കളിക്കുന്ന മഹാപ്രഭു വിളിച്ച് ഈ പ്രസാദങ്ങൾ കഴിക്കാനായിട്ട് പറയുകയാണ്. ഏതാബലി ശചി ഗൃഹേ കർമ്മ കരീതേ ലുക്കാനാല ശിശു മൃത്തിക ഖായിതേ. വളരെ രസകരമായിട്ടുള്ള ഒരു ലീല. അടുത്തത് ഏതാബലി ഇത് പറഞ്ഞ് ഗേല തിരിച്ചു പോയി. ശചി ഗൃഹത്തിൽ കർമ്മ ജോലികൾ കരുതേ ചെയ്യാൻ ലുക്കാന ഒളിക്കുക ലാഗില ആരംഭിച്ചു. ശിശു കുട്ടി മൃത്തിക മണ്ണ് ഖൈതേ ഭക്ഷിക്കാൻ
വിവർത്തനം. എന്നാൽ അവർ തിരിച്ചു പോയപ്പോൾ അവിടുന്ന് മാതാവ് കാണാതെ വിളിച്ചിരുന്നു മണ്ണ് ഭക്ഷിക്കാൻ തുടങ്ങി. ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും ഈ ലീല കേട്ടപ്പോ വേറെ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? അത് ഭഗവാൻ കൃഷ്ണാവതാരത്തിൽ മണ്ണ് ഭക്ഷിക്കുന്ന ഭാഗമല്ലേ പ്രഭു? അല്ല അല്ല, മൃത്തിക എന്ന് വെച്ചാൽ മണ്ണ്. മണ്ണ് ഭഗവാൻ മണ്ണുണ്ട അല്ലേ? ഉണ്ണിക്കണ്ണൻ മണ്ണുണ്ട ലീലയുടെ ഓർമ്മയില്ലേ മണ്ണ് കഴിച്ചത്? മണ്ണ് വാരി കഴിച്ചിട്ട് ഭഗവാന്റെ മുമ്പ് വായി കാണിക്കുമ്പോ എല്ലാരും പറയും. ബലരാമൻ ചെന്ന് യശോദമ്മയോട് പറയും, യശോദമ്മ കനയ മണ്ണ് കഴിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോ ഇല്ല അങ്ങനെ കനയെ കഴിക്കുമല്ലോ, അമ്മ പോയി നോക്കാൻ പറയും. അങ്ങനെ പോയി അമ്മ നോക്കാൻ പോകുമ്പോഴാണ് എന്താ, ഉണ്ണിക്കണ്ണന്റെ വായ തുറന്ന് നോക്കുമ്പോഴത്ത് എന്താണ്, അതിനകത്ത് മണ്ണ് മാത്രമല്ല സർവ്വ അണ്ടകടാകങ്ങളും, അതിൻ്റെ ഉള്ളിൽ വീണ്ടും അണ്ടകടാകങ്ങളും, അതിൻ്റെ ഉള്ളിൽ അങ്ങനെ 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 ഉള്ളിൽ അങ്ങനെ കണ്ട് യശോദമയ്യ അത് മോഹാലസ്യപ്പെട്ടു പോകും. അടുത്ത നിമിഷം എന്താ പറയാ, യശോദമയ്യ യോഗമായയുടെ ഇതുകൊണ്ട് വീണ്ടും, കാരണം ഇത് പരമപുരുഷ ഭഗവാന് വീണ്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ആ ഒരു വാത്സല്യം ഭഗവാന് കിട്ടില്ലല്ലോ. അവർ ആരാധിക്കുക മാത്രമേ ഉള്ളൂ. അപ്പൊ ഭഗവാൻ ഈ വാത്സല്യം, ആ സ്നേഹം കിട്ടാനായിട്ട് ഭഗവാൻ വീണ്ടും അത് മറപ്പിച്ചിട്ട് വീണ്ടും സാധാരണ സ്വന്തം അടുത്ത നിമിഷം യശോദമയ്യ സ്വബോധത്തിൽ തിരിച്ചു വരികയാണ്. സ്വന്തം മകനായിട്ട് വീണ്ടും കൃഷ്ണനെ വഴക്ക് പറയുകയൊക്കെ ചെയ്യാറ്. ഭഗവാൻ ലീലകളെല്ലാം മനോഹരം. അതേപോലെ ഒരു സിമിലർ സമാനമായിട്ടുള്ള ഒരു ലീല ഇവിടെയും മഹാപ്രഭു ഇവിടെ കാണിക്കുകയാണ്. ഈ ഫോട്ടോ കാണുന്നുണ്ടല്ലോ അല്ലേ? അല്ലേ, ഇപ്പൊ കാണുന്ന പിക്ചറിൽ കാണുന്നുണ്ടോ മഹാപ്രഭു മണ്ണ് കഴിക്കുന്നത്? അമ്മ വന്ന് അടുത്തിരിക്കുന്നു, അത് മഹാപ്രഭു മണ്ണ് കഴിക്കുന്ന ലീലയാണ്. കാണാം പ്രഭു. അപ്പൊ മഹാപ്രഭു അങ്ങനെ പല സന്ദർഭങ്ങളിലും തന്റെ അന്തരംഗ ഭക്തന്മാർക്ക് സ്വയം ഭഗവാൻ തന്നെയാണ്. പക്ഷെ സ്വയം അദ്ദേഹം അങ്ങനെ പബ്ലിക്കായിട്ടൊന്നും പറഞ്ഞിടുന്നില്ല ഞാൻ ഭഗവാനാണെന്ന്. പക്ഷെ ആരൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ, അതിന്റെ യോഗ്യത ഉണ്ടോ, അവർക്കെല്ലാം ഭഗവാൻ സ്വയം കാണിച്ചിരുന്നു ചെയ്തു. അങ്ങനെ നിത്യാനന്ദ പ്രഭു മഹാപ്രഭുവിനെ ചൈതന്യ മഹാപ്രഭുവിനെ കാണുന്ന ഒരു അവസരമുണ്ട് ശിവസങ്കടിൽ വെച്ചിട്ട്. മഹാപ്രഭു വളരെ കുഞ്ഞായിരിക്കുമ്പോഴത്തേക്കും അതേ ഏകചക്രധാമത്തിലാണ് ജനിച്ചത്. അങ്ങനെ ലക്ഷ്മിപതി തീർത്ഥമാണെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ ആചാര്യൻ വരുമ്പോഴത്തേക്കും ഭിക്ഷയായിട്ട് ഖടായി പണ്ഡിതന്റെ അടുത്ത് അതിന്റെ പുത്രനായിട്ടുള്ള ഈ നിത്തായിയെ വേണമെന്ന് ചോദിക്കും. അന്നത്തെ കാലത്ത് സന്യാസിമാർ ചോദിച്ചാൽ കൊടുക്കണം, ഭിക്ഷ ചോദിക്കല്ലേ, കൊടുത്തു. അങ്ങനെ മഹാപ്രഭുവിനെ കൊണ്ടുപോകണം. അങ്ങനെ മഹാപ്രഭു പല സ്ഥലങ്ങളിലും അങ്ങനെ അതിന്റെ കൂടി എന്താ പറയാ ബ്രഹ്മചാരി ശിഷ്യനായിട്ട് അസിസ്റ്റന്റ് ആയിട്ട് നടക്കൽ. സന്യാസിമാർക്കെല്ലാം എപ്പോഴും എന്താ പറയാ കണ്ടിട്ടില്ലേ, ബ്രഹ്മചാരി ശിഷ്യന്മാരാണ് കൂടുതൽ അതിന്റെ സന്തോഷാചാര്യ സന്യാസിമാർ നടക്കുന്നത്. അതുപോലെ അന്നത്തെ മാധവ സമ്പ്രദായത്തിലെ ആചാര്യൻ ഞാൻ ചോദിച്ചപ്പോ സ്വന്തം പുത്രനെ കൊടുത്തു. കാരണം അന്നൊക്കെ അങ്ങനെ കൊടുക്കാം, നേരിട്ട് കൊടുക്കാം. അന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു, ഇന്നത്തെ പോലെ അല്ല. അങ്ങനെ പുത്രനെ കൊടുത്തു. ഇത് സമാനമായിട്ടുള്ള ഒരു ലീല ആരെങ്കിലും വേറെ ഓർമ്മ വരുന്നുണ്ടോ? രാമായണത്തിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? പുത്രനെ ചോദിക്കുന്നത്, വിശ്വാമിത്രം എന്ന് ചോദിക്കുന്ന ഓർമ്മയുണ്ടോ രാമന് വേണ്ടിയിട്ട്? ദശരഥനോട് ചോദിക്കുന്ന ഓർമ്മ ഉണ്ടായിരുന്നെങ്കിലും ചോദ്യം മനസ്സിലായില്ല. അതായത് ഖടായി പണ്ഡിറ്റ് എന്ന് വെച്ചാൽ നിത്യാനന്ദ മഹാപ്രഭുവിന്റെ അച്ഛനാണ്. നിത്യാനന്ദ പ്രഭുവിനോട് ഈ സന്യാസി ഒന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ മകൻ എനിക്ക് വേണം എന്ന് ചോദിക്കുകയാണ്. അപ്പം ഖടായി പണ്ഡിറ്റ് മകനെ കൊടുക്കുകയാണ് സന്യാസി ശിഷ്യനായിട്ട് പോകാനായിട്ട് അനുവദിച്ച് വിടുകയാണ് പുത്രനെ. അതുപോലെ തന്നെ രാമായണത്തിൽ ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിരുന്ന സന്ദർഭവശാൽ ഞാൻ പറയാം. രാമായണത്തിൽ ഇങ്ങനെ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. വിശ്വാമിത്രം എന്ന് ചോദിക്കില്ലേ രാമന് വേണമെന്ന്, യജ്ഞരക്ഷയ്ക്കായിട്ട് രാമൻ വേണമെന്ന് ചോദിക്കില്ലേ ദശരഥനോട്? മനസ്സിലൂടെ എന്താ പറയാ ഒരു മുനി അല്ലെ മഹാത്മാവ് ചോദിക്കുന്നതുകൊണ്ട് പുത്രനെ കൂടെ അയക്കുകയാണ് ചെയ്യുന്നത്. ഒരാളെ മാത്രമല്ല, രാമന്റെ പേരിൽ ചോദിച്ചുകൊണ്ട് രാമനാമം അത്രയും മഹത്തരമായതുകൊണ്ട് ഒന്നിനു പേർ രണ്ടുപേരെ കിട്ടി വിശ്വാമിത്ര മുനിക്ക്. അത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഹടായി പണ്ഡിറ്റ് മകനെ കൂടെ അയക്കണം. അങ്ങനെ നിത്യാനന്ദ പ്രഭു പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് അങ്ങനെ വൃന്ദാവൻ മധുരയിലുള്ള സമയത്ത് ഇങ്ങനെ മഹാപ്രഭുവിനെ പറ്റിയൊക്കെ കേൾക്കും ഒരുപാട്. ശ്രീചൈതന്യ മഹാപ്രഭുവിനെ കേട്ട് കാണുന്ന ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ നിത്യാനന്ദ പ്രഭു ശ്രീചൈതന്യ മഹാപ്രഭുവിനെ കാണാനായിട്ട് ശിവാസംഘങ്ങളിൽ വരുമ്പോൾ വന്ന് അവര് ആദ്യമായിട്ട് സമാഗമമാണ്.
ശിവസംഘങ്ങളിലാണെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ ഇവർ തമ്മിൽ ആദ്യം കണ്ടുമുട്ടും. കണ്ടുമുട്ടി കഴിയുമ്പോൾ അനന്താചാര്യരുടെ വീട്ടിലാണെന്ന് സംശയമുണ്ട്. ഇങ്ങനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുവർ. കണ്ടുമുട്ടി കഴിയുമ്പോൾ മഹാപ്രഭു സ്വന്തം രൂപം കാണിച്ചു കൊടുക്കും നിത്യാനന്ദ പ്രഭുവിനെ. ഏത് രൂപമാണെന്ന് അറിയാമോ? ഷഡ്ഭുജ ഗൗരംഗ രൂപം. ആരും കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ രൂപം? ഹരേ കൃഷ്ണ. 6 കൈകൾ കാണിക്കുന്നതല്ലേ പ്രഭു? കൈകൾ കാണിക്കുന്നത്. അപ്പം നിത്യാനന്ദ പ്രഭു അന്തരംഗ ഭക്തനായതുകൊണ്ട് അത്രയും സന്തോഷാചാര്യായിട്ട് ഭഗവാൻ ആ രൂപം കാണിച്ചു കൊടുത്തു. എന്തൊക്കെയാണ് 6 കൈകൾ പറയാമോ? ശ്രീരാമന്റെ കൈകൾ, കൃഷ്ണന്റേത്. അപ്പോ എങ്ങനെയാ കാണിച്ചു കൊടുക്കുന്നത്? ഒരു കമണ്ടലു അല്ലെ, ദണ്ഡ് കമണ്ടലു, സന്യാസ രൂപം അല്ലെ ശൈന മഹാപ്രഭു, പിന്നെ അമ്പം വില്ലും, പിന്നെ മുരളി വായിക്കുന്നതായിട്ട്, അങ്ങനെ 6 കൈകളോട് ഷഡ്ഭുജ ഗൗരംഗനായിട്ട് രൂപം മഹാപ്രഭുവിന് കാണിച്ചു കൊടുക്കും. മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിന് കാണിച്ചു കൊടുക്കും. അത് കഴിയുമ്പോൾ തൊട്ടടുത്ത് തന്നെ ചതുർബാഹുവായിട്ട് കാണിച്ചു കൊടുക്കും. ശംഖചക്രം, പിന്നെ വേണു വായിക്കുന്നതായിട്ടുള്ള രൂപത്തിൽ കാണിച്ചു കൊടുക്കും. പിന്നെ ശ്യാമസുന്ദരനായിട്ടും ത്രിഭംഗ ലളിതാകാരനായിട്ട് അല്ലെ, ത്രിഭംഗ ലളിതാകാരനായിട്ടുള്ള ആ ശ്യാമസുന്ദര രൂപം എന്താ പറയാ നിത്യാനന്ദ പ്രഭുവിന് കാണിച്ചു കൊടുക്കും. അങ്ങനെ ഭഗവാൻ പല സ്ഥലങ്ങളിലും സ്വന്തം സ്വരൂപം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സന്ധ്യാരതി അല്ലെ, ഗൗരാരതിയിൽ അങ്ങനെ ഭഗവാന്റെ ആ ഒരു ഭഗവാൻ ഇരിക്കുന്ന ഒരു രൂപമാണ് അല്ലെ. ഇപ്പൊ ജയോ ജയ ഗൗരാചാന്തേ, ഈ സോങ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും ഭഗവാൻ എങ്ങനെയാണ് ഇവിടെ ആ ഛത്രത്തിലിരിക്കുന്നത്, ആരൊക്കെയാണ് ഭഗവാൻ ഛത്രചാമ്പരങ്ങൾ വീശുന്നതെന്ന് ആ ഗാനം ഫുൾ നമുക്ക് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ ഭഗവാൻ വളരെ അന്തരംഗ ഭക്തന്മാർക്ക് ഭഗവാൻ എപ്പോഴും വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ ഒരു പരിശുദ്ധ ഭക്തി ഇല്ലാത്തവർക്ക് ഒരിക്കലും ഭഗവാൻ എത്രയൊക്കെ ജ്ഞാനമുണ്ടെങ്കിലും ഒരിക്കലും നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഭഗവാൻ നമ്മളെ തൊട്ടടുത്ത് നിന്നിരുന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ശുദ്ധ ഭക്തരല്ലെങ്കിലും. അതുകൊണ്ടാണ് നമ്മൾ കലിയുഗത്തിൽ നാമം ജപിച്ച് ഭഗവത് സേവനങ്ങൾ ചെയ്ത് ഭക്തിയോടുകൂടി ഭഗവാനെ ശരണം പ്രാപിച്ച് ഓരോ നിമിഷവും ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ ഭഗവാൻ നമുക്ക് സ്വയമേവ സ്ഫുരത്തിത എന്ന് പറയും. സ്വയം ഭഗവാൻ പ്രകാശിക്കപ്പെടും, നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും, നമുക്ക് ഭഗവാൻ അനുഭവിക്കാൻ പറ്റും. അപ്പം ഇവിടെ പറയുന്നത് കഥാഞ്ചന, ഇപ്പൊ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്. ആദിലീല 14-ാം അധ്യായത്തില് 1-ാം ശ്ലോകം. കഥാഞ്ജന സ്മൃതേയസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീ ചൈതന്യം നമാമിതം. കഥാഞ്ജന സ്മൃതേയസ്മിൻ, യാതൊരുവൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ സ്മരിക്കുന്നുവോ, ഭക്തിയോടുകൂടി സ്മരിക്കുന്നുവോ, അയാൾക്ക് ദുഷ്കരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താ പറയാ സുകരം എന്ന് വെച്ചാൽ വളരെ എളുപ്പമായിട്ട് മാറും. ദുഷ്കരമായിട്ടുള്ള അയാൾക്ക് ദുഷ്കരം ഒരു വാക്കയാളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല, എല്ലാം സുകരമായിട്ട് മാറും. പക്ഷേ വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീ ചൈതന്യം നമാമിതം. ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ആര് കലിയുഗത്തിൽ സ്മരിക്കുന്നില്ലയോ, ഭഗവാനെ മനസ്സിലാക്കുന്നില്ലയോ, ആ വ്യക്തിക്ക് വളരെ എളുപ്പമുള്ള കാര്യങ്ങൾ പോലും വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ട് മാറും എന്ന് പറയാണ്. വന്ദേ ശൗര്യാത്ഭുതേ ഹംതം ചൈതന്യമിത്രസാദത യവന സുമനായന്തേ കൃഷ്ണനാമ പ്രജൽപക. കൃഷ്ണനാമ ഇങ്ങനെ അല്ലെ, ആരൊക്കെയാണ് ചൈതന്യ മഹാപ്രഭുവിനെ സ്മരിക്കുന്നത് അവര് എന്താ പറയാ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റും. ഈ കലിയുഗത്തിൽ വളരെ എളുപ്പം അവർക്ക് ഭക്തിയും മുക്തിയും എല്ലാം കിട്ടും എന്നാണ് പറയുന്നത്. ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ മുക്തി അനുഭവിക്കാന്ന് പറയാം. അപ്പോ ഇവിടെ പറയുന്നത് വന്ദേ സൗര്യാത്ഭുദേഹം തം ചൈതന്യം പ്രസാദത യവന സുമനായന്തേ കൃഷ്ണനാമ പ്രജൽപകം. ഇത്ര യവനന്മാരെന്ന് പറയുന്നത് ഇവിടെ യവന നമ്മള് ശ്രീമദ് ഭാഗവതി പറയുന്നുണ്ട്. പുളിന്ത, യവന, കസാദയ അങ്ങനെ പറഞ്ഞ ഒരുപാട് ഈ ചാതുർവർണ്ണയത്തിലും ചണ്ടാളിനും താഴ്ന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലുള്ള ആൾക്കാരുടെ കോൺഷ്യസുള്ള ആൾക്കാരുണ്ട്, അവബോധത്തിലുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ആൾക്കാരെ പറ്റി ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട്. ആ ശ്ലോകം വളരെ പ്രശസ്തമായിട്ടുള്ള ശ്ലോകമാണ്. അതിൽ ഭഗവാന്റെ മഹത്വത്തിനെ പറ്റി പറയാണ്. ഇവിടെ പറയുന്നത് യവനന്മാര്, അതിലൊരു ഇതിനെടുത്ത് പറയുന്നത് പ്രത്യേകിച്ച്, അതായത് യവനന്മാർ ഉദ്ദേശിക്കുന്നത് ഇവിടെ പറയാമോ എന്ന് അറിയില്ല, എങ്കിലും പറയാം, ഒരു പ്രത്യേകതരം വിഭാഗമാണ് അവര്.
മധ്യേഷ്യയിലൊക്കെ കാണപ്പെടുന്ന അവരുടെ പരമ്പരയിൽ വന്ന ഇങ്ങോട്ടൊന്ന് പ്രത്യേക വിഭാഗം ആൾക്കാരാണ്. മഹാപ്രഭുവിന്റെ കാലത്തൊക്കെ അവരൊക്കെയായിരുന്നു അവിടെ കൂടുതലായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അവരൊക്കെ തന്നെയാണ് ഉള്ളത് അവിടെ. അപ്പൊ ആ തരത്തിലുള്ള ആൾക്കാരെ പോലും, യവനന്മാരെയും മ്ലേച്ഛന്മാരെയും കസാദയന്മാരെയും അങ്ങനെയുള്ള ആൾക്കാരെ പോലും ഉദ്ധരിക്കുന്ന ഒരവസ്ഥയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അത് യവന നമുക്കറിയാൻ പറ്റും. മഹാപ്രഭുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് നമ്മുടെ സനാതനധർമ്മത്തിലല്ല, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞാല് അഹിന്ദുക്കൾ അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തില് എന്ന് പറയുന്ന ആ ഒരു ധർമ്മത്തിൽ ജനിക്കാത്ത ആൾക്കാരെ പോലും ശ്രീ ചൈതന്യ മഹാപ്രഭു നമ്മുടെ മഹാമന്ത്രം കൊടുത്ത് അവരെ ഭക്തരാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ചൈതന്യ ചരിതാമൃതം പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഒരു കാര്യങ്ങൾ നമുക്കറിയാം അല്ലെ. ഒരുപാട് ആൾക്കാരെ നമുക്കറിയാൻ പറ്റും. ഹരിദാസ് ഠാക്കൂർ അറിയാം, നമുക്കറിയാം. അദ്ദേഹം യവന എന്നാണ് പറയുക, യവന കുലത്തിലാണ് അദ്ദേഹം വളർന്നത് ഒക്കെ പറയുന്നത്. പൂർവാശ്രമത്തിൽ അദ്ദേഹം അവിടെ അതിൽപ്പെട്ട ആളായിരുന്നു എന്ന് പറയുന്നുണ്ട്. ചാന്ദ് കാസി അവിടെ നവാബ്, ആള് ഒരു മുസ്ലിം നവാബായിരുന്നു. അദ്ദേഹത്തിനെയും ഭഗവാൻ അപ്പൊ മാറ്റി. അപ്പൊ ഇദ്ദേഹത്തിനെ പറ്റി പറയുമ്പോ യവനന്മാരെ പോലെ സുമനായ എന്താ യവനം എന്നൊക്കെ പറയുന്ന അവരുടെ നമ്മുടെ വൈദ്യ സംസ്കാരവുമായിട്ട് വളരെ എതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് യവനന്മാരെന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഗോഹത്യ, മാംസഭക്ഷണം, അങ്ങനത്തെ നമ്മൾ പറയുന്ന പല നമ്മൾ സദാചാരം എന്ന് പറയുന്ന നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരെ പോലും ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ നാമത്താൽ പരിശുദ്ധരാക്കപ്പെടും എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് ഇന്നിവിടെ തൽക്കാലം നിർത്താം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ആവാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 25 വരെ നമ്മൾ നിർത്താണ്. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ നിങ്ങളുടെ ചോദ്യങ്ങളോ ഒക്കെ ആണെങ്കിൽ പറയാം, സമയമുണ്ട്. ഹരേ കൃഷ്ണ. കഥാമത പ്രഭു ഉണ്ടോ അവിടെ? ഐശ്വര്യ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ അവ സമയമുണ്ട്, 2-3 മിനിറ്റ് സമയമുണ്ട്. പറയണം പ്രഭു. താങ്ക് യു പ്രഭു, നന്നായിട്ടുണ്ടായിരുന്നു. സ്ക്രീൻ ഷെയർ ചെയ്ത് നല്ല രസമായിരുന്നു പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. സമയം ശരിക്കും എനിക്ക് പെട്ടെന്ന് ഞാൻ പറഞ്ഞ പെട്ടെന്നാണ് ഞാൻ ഓർത്തില്ല. പെട്ടെന്നായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റിയുള്ളൂ. വലിയ അത്ര നന്നായിട്ടൊന്നും പറയാൻ പറ്റിയെന്ന് തോന്നുന്നില്ല എനിക്ക്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മറ്റു ഭക്തന്മാരൊന്നും പറയുന്നില്ലല്ലോ, മാതാജിമാരൊന്നും പറയുന്നില്ല. കുറച്ചുപേരുണ്ടല്ലോ, 12 പേരുണ്ടല്ലോ. ക്ലാസ് കേട്ടു പ്രഭു. കാരണം നമ്മൾ ചൈതന്യ ചരിതാമൃതം അധികം നമ്മൾ കേരളത്തിൽ അധികം നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു സബ്ജക്റ്റ് ആണ്. എല്ലാവർക്കും ഗീതയും ഭാഗവതവും ഒക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്നത് കുറച്ചൊരു PhD ലെവലിലുള്ള കാര്യമാണ്. കാരണം ഗീതയും ഭാഗവതവും നല്ലോണം പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു കുറച്ച് ഭഗവാന്റെ കുറച്ച് സീക്രട്ട് രഹസ്യമായിട്ടും ഗോപ്യമായിട്ടും ഒക്കെ ഉള്ള കുറെ ശ്ലോകങ്ങൾ, കുറച്ച് കാര്യങ്ങളും ഭഗവാന്റെ അന്തരംഗ ലീലകളും കുറെ അതീവ രഹസ്യമായിട്ടുള്ള ആധ്യാത്മിക ജ്ഞാനങ്ങളും ഒക്കെ പകർന്നു തരുന്ന ഒരു ഭക്തന്മാരുടെ ജീവിതത്തിൽ കൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വളരെ ഉന്നതമായിട്ടുള്ള ഒരു ശാസ്ത്രം, ഒരു ഗ്രന്ഥമാണ് ചൈതന്യ ചരിതാമൃതം. അത് ശരിക്കും നമ്മൾ നാമം ജപിച്ച് സേവനം ചെയ്ത് മറ്റ് ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്കത് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റൂ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് ചില സംശയം തോന്നിപ്പോകും ചില സമയങ്ങളിൽ. പക്ഷെ അത്രയും പരിശുദ്ധരായി മാറുമ്പോൾ മാത്രം നമുക്കത് ആ രീതിയിൽ യഥാരൂപത്തിൽ ഉൾക്കൊള്ളാൻ സാധ്യമുള്ളൂ. ഞാൻ ആ ശ്ലോകം നേരത്തെ പറഞ്ഞ ശ്ലോകം ഇപ്പൊ കിട്ടി. കിരാതഹൂണാന്ദ്ര പുലിന്ദ പുൽകഷ ആഭീരശുംഭായവനാകസാദയാം യേ അന്യേജ പാപാ യഥാപാശ്രയാശ്രയാ ശുദ്ധ്യന്തിതസ്മൈ പ്രഭു വിഷ്ണുവേ നമഃ. സ്കന്ധത്തില് 4-ാം അധ്യായം 18-ാം ശ്ലോകം, ശ്രീമദ് ഭാഗവതം. കിരാതന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സൗത്ത് ആഫ്രിക്കയിൽ നരഭോജികൾ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഇസ്കോണ്ട് ഒരു ഡർബനില് ഒരു ക്ഷേത്രമുണ്ട്, കിരാതോദ്ധര എന്നൊരു ക്ഷേത്രമൊക്കെ ഉണ്ട് അവിടെ. പ്രഭുപാദ് സ്ഥാപിച്ചാണ് കിരാതോദ്ധര, കിരാതന്മാരെ ഉദ്ധരിക്കാനായിട്ട് തുടങ്ങിയ അമ്പലം. ഹൂണ, ആന്ധ്ര, പുളിന്ദ, പുൽക്കശ, ആബീര, ശുംഭ, യവന, കസാദയ. യവനന്മാരെന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാരെ യവനന്മാരെന്ന് പറയുന്നത്. മ്ലേച്ഛാസ് വെച്ചാൽ അതിനപ്പുറം ഈ അങ്ങോട്ടുള്ള ആൾക്കാർ. ഖസാദയന്മാരെന്ന് പറഞ്ഞാൽ ഈ പ്രഭുപാദ് പറയുന്നുണ്ട് മേൽമീശ വരാത്ത കുറെ ആൾക്കാരുണ്ട് ആണുങ്ങൾക്ക്.
അതിൽപ്പെട്ടതാണ് നമ്മുടെ ഇങ്ങോട്ട് ഈ ചൈന, തായ്ലൻഡ്, മ്യാൻമാർ, നമ്മൾ അങ്ങോട്ട് പോകുന്ന കുറെ രാജ്യങ്ങളുണ്ടല്ലോ, ശ്രദ്ധിച്ചറിയാൻ പറ്റും. അങ്ങനെ അപ്പൊ അവരൊക്കെ കൾച്ചർ നമുക്കറിയാം അല്ലേ, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്കറിയാം, നമ്മൾ കാണുന്നുണ്ട് എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിലിരിക്കുന്നത്. അപ്പൊ തികച്ചും നമ്മളുടെ വൈദിക സംസ്കാരത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നവരൊക്കെ. അന്വേഷ പാപ യഥാശ്രയാശ്രയ, എന്തൊക്കെ പാപികൾ എന്തൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തന്നെയും ശുദ്ധന്തി തസ്മൈ പ്രഭുഷ്ണേ നമഃ, ഈ പ്രഭവിഷ്ണു എന്ന് വെച്ചാൽ ഭഗവാൻ തന്നെ, വിഷ്ണു തന്നെയാണ് വിഷ്ണു, നമ്മുടെ ഭഗവാനെ ആരൊക്കെ ശരണം പ്രാപിക്കുന്നോ അവരെല്ലാം ഭഗവാൻ എന്ത് ചെയ്യും, ശുദ്ധീകരിച്ചു കൊടുക്കും, പരിശുദ്ധരാക്കി മാറ്റും. അതിനാണ് ശില പ്രഭുപാദ് ചെയ്തല്ലേ, ശില പ്രഭുപാദ് കൊണ്ടുപോയി ഹരിനാമം കൊടുത്ത് എല്ലാവർക്കും പ്രചരിപ്പിച്ച് ഭഗവാനെ പറ്റി ഭാഗവതവും ഗീതയും ഹരിനാമം കൊടുത്തപ്പോ ഇവർ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഇന്ന് വളരെ 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 ആ സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ എന്ത് വളരെ ഉന്നതരായിട്ടുള്ള ഭക്തന്മാരായി, നമ്മളെക്കാളും ഒക്കെ എത്രയോ ഉയരങ്ങളിൽ എത്തി നിൽക്കുന്ന ഭക്തന്മാരെ നമുക്ക് ഇന്നും നമുക്ക് കാണാൻ പറ്റും. ചൈനയിലൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ അല്ലെ, തായ്ലാന്റ്, ചൈന എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളില് ഇപ്പോ വ്യാദിവാസ പ്രിയസ്വാമി മഹാരാജ് അദ്ദേഹം ഒരു അമ്പലം കെട്ടുന്നുണ്ട് തായ്ലൻഡില്. സാധാരണ ആൾക്കാരുടെ ഏറ്റവും ലോകത്തെ മഹാരാജ് പറയുന്ന ഏറ്റവും ലോകത്തെ ഏറ്റവും അധപ്പതിച്ച ഒരു ആത്മാക്കളുള്ള സ്ഥലം എന്നാണ് പറയുന്നത്. അതിന് അധപ്പതിച്ച ലോകം, നമ്മളെല്ലാവരും പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ നിന്ന് എൻജോയ്മെന്റിന് വേണ്ടി പോകുന്ന സ്ഥലമാണ് ഈ തായ്ലൻഡ്. അവിടെ തായ്ലൻഡിന്റെ എന്താ പറയുക ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് സിയാം എന്നാണ്. സിയാം എന്നൊരു പേരുണ്ട് അവരുടെ ഭാഷയിൽ. അപ്പം മഹാരാജ് അവിടുത്തെ അമ്പലം കെട്ടുന്നുണ്ട്. അമ്പലത്തിൽ ഭഗവാന്റെ പേര് വെച്ചിരിക്കുന്നത് രാധാ സിയാം സുന്ദർ എന്നാണ്. ശ്യാം സുന്ദർ അല്ല, സിയാം സുന്ദർ എന്നാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു മഹാരാജ് ഇങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞല്ല, സിയാം എന്ന് പറഞ്ഞാൽ തായ്ലൻഡിന്റെ പേരാണ്. അപ്പൊ രാധാ സിയാം സുന്ദർ ഉടൻ തന്നെ അവിടെ അങ്ങനെ വരും. അപ്പൊ അങ്ങനെ ഓരോ അത്ര അവിടെ കസാദയന്മാരാണ് ആ ഭാഗത്ത്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം ഉദ്ധരിച്ച് മഹാപ്രഭുവിന്റെ അവിടുത്തെ തിരുവതാരം കൊണ്ട് തന്നെയല്ലേ ഇതൊക്കെ സംഭവിച്ചത്. അങ്ങനെയല്ലേ പ്രഭുപാദ് അത് കൊണ്ടുവന്നു, മറ്റു ആചാര്യന്മാരിൽ കൂടെ പ്രഭുപാദ് കൊണ്ടുവന്നു. ഇന്ന് പ്രഭുപാദ് ശിഷ്യന്മാരത് പ്രചരിപ്പിക്കുന്നു. അപ്പൊ ഈ തുടക്കകാരായിട്ടത് ശ്രീ ചൈതന്യ മഹാപ്രഭു തന്നെയാണ് അല്ലെ. അപ്പം ആ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ സ്മരിക്കുന്നതുകൊണ്ട് കസാദയന്മാരെ പോലെ ആൾക്കാരും അല്ലെ, അല്ലെങ്കിൽ യവനന്മാരും എല്ലാവരും ഉദ്ധരിക്കപ്പെട്ട്, രാധന്മാർ ഉദ്ധരിക്കപ്പെട്ട്, നമുക്ക് കണ്ണുമുന്നിൽ നിന്നും ഒരു കഥയോ അല്ലെങ്കിൽ കെട്ടുകഥയോ ഒന്നും അല്ല. നമുക്ക് ഓരോ ദിവസം ഓരോ ഡിവോട്ടീസ് നമ്മുടെ ഭക്തന്മാര് നമ്മുടെ നാട്ടിൽ വരും, നമ്മളെ സന്ദർശിക്കുന്നുണ്ടല്ലോ അല്ലെ, നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മളതിനെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് എങ്ങനെ ജീവിച്ച ആൾക്കാരാണ്, അവരെങ്ങനെ മാറ്റം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപ കൊണ്ട് ഉണ്ടായതെന്ന്, ആ തിരുനാമം കൊണ്ട് ഉണ്ടായതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നു. ഹരേ കൃഷ്ണ, എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭുജി. ഞാൻ ഇതിനിടയ്ക്ക് ഏതോ ഒരു ക്ലാസ്സിൽ കേട്ടതാണ്, സിയാം എന്ന് പറയുന്നത് ശ്യാം തന്നെയാണ്, അത് സിയാം ആയതാണെന്നാ. ആയിരിക്കാം, അത് ചിലപ്പോ ആയിരിക്കാം. ഇന്ന് കാരണം നമ്മുടെ വൈദിക സംസ്കാരം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അല്ല, ലോകം മൊത്തം, ഈ ഭൂമി മൊത്തം വൈദിക സംസ്കാരം ആയിരുന്നു ഒരു കാലത്ത്. പിന്നെ കലിയുടെ അതിപ്രസരത്തില് അത് മാറി 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 നമുക്ക് അതൊരു വേറെ രീതിയിലോട്ട് മാറിപ്പോയതാണ്. ഇന്ന് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് വേദിക് കൾച്ചർ അറൌണ്ട് ദ ഗ്ലോബ് എന്നോ അല്ലെ അറൌണ്ട് എർത്ത് എന്നോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. പല സംസ്കാരങ്ങളുടെ ബാക്കി പത്രങ്ങൾ ഇന്നും പല സ്ഥലങ്ങളിലും. ഫിജിയിലാണ്, ഫിജി രമണദ്വീപ് എന്ന് പറയുന്നത് ഫിജി ആണെന്ന് പറയുന്നുണ്ട്. അവിടെ ഇന്നും എത്രയോ നൂറ്റാണ്ട് പഴക്കമുള്ള ആ ശ്യാമാണ് സിയാം ആയതെന്താ ഞാൻ ഇതിനിടയ്ക്ക് ഏതോ ഒരു ക്ലാസ്സിൽ കേട്ടായിരുന്നു. ആയിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഈ കലിയുഗത്തില് ഒരുപാട് കാര്യങ്ങൾ എന്താ പറയാ അഡൾട്രേറ്റ് ചെയ്യപ്പെട്ടു, മലിനീകരണപ്പെട്ടു. അത് ഭാഷ പോലും എങ്ങനെ ഉണ്ടായതെന്ന് ഭവിഷ്യപുരാണത്തിൽ പറയുന്നുണ്ട്. സംസ്കൃത ഭാഷയിൽ നിന്നും എത്രത്തോളം മാലിന്യം അടിഞ്ഞുകൂടി മാറി 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 അകന്നു പോകുന്നതനുസരിച്ചാണ് ഓരോ ഭാഷ രൂപപ്പെട്ടത്. മ്ലേച്ഛ ഭാഷകളൊക്കെ സംസ്കൃതമായിട്ട് പുലബന്ധം പോലത്തെ അവസ്ഥയിലായിട്ട് മാറി. അത്രത്തോളം ഇമ്പ്യൂരിറ്റീസ് അതിൽ വന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഒറ്റ ഭാഷ സംസ്കൃതമായിരുന്നു. സംസ്കൃതത്തിൽ കലിയുഗത്തിന്റെ പ്രഭാവം കാരണം ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി ആ പല ഭാഷകളും പല രൂപത്തിലോട്ട് പോയെന്നാണ്. അതുപോലെ റഷ്യ ഭാഷയിൽ സംസ്കൃതം ഇപ്പോഴും വളരെ അടുത്ത സംസ്കൃതത്തിന്റെ ഒരു കാണപ്പെടുന്ന ഒരു വിദേശ ഭാഷ എന്ന് പറയുന്നത് റഷ്യൻ ഭാഷയാണ്. റഷ്യൻ ഭാഷകളുടെ വാക്കുകളൊക്കെ വളരെ ഒരുപാട് നമ്മുടെ സംസ്കൃതമായിട്ട് എണ്ണുന്നത് തന്നെ സംഖ്യകൾ പോലും നമ്മുടെ സംസ്കൃതം വളരെ ബന്ധമുള്ള സാമ്യമുള്ള ഒക്കെയാണ്. അങ്ങനെ പല ഭാഷകളിൽ ഞാനിങ്ങനെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതിൽ പലതിലും സംസ്കൃതത്തിന്റെ ഒരു പ്രസൻസ് പലതിലും ചെയ്യുന്നുണ്ട്. പക്ഷെ പല ഭാഷകളിൽ ഒട്ടും തന്നെ ബന്ധമില്ലാത്ത പോലെ അത് വംശപരമാണെന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി മാതിച്ച് പറഞ്ഞാൽ ശരിയായിരിക്കാം ചിലപ്പോൾ. എന്തായാലും അവിടെ ഒരു സിയാം സുന്ദർ വരുന്നുണ്ട് അവിടെ ഉടൻ തന്നെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി, സമയം ആയെന്ന് തോന്നുന്നു. അടുത്ത ക്ലാസ് ഉണ്ടോ ഇനി? ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ എല്ലാവർക്കും. ഹരേ കൃഷ്ണ. ഇനി വെള്ളിയാഴ്ച കാണാം. വെള്ളിയാഴ്ച മഹാഭാരതം ഉണ്ട്. എല്ലാവരും സമയമുള്ളവരൊക്കെ പങ്കെടുക്കുക. ഹരേ കൃഷ്ണ. ഞാൻ ലീവ് ആണ്. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ.
കൃഷ്ണ